1 പത്രോസ് 2-ാമത്തെ അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കാം. മനുഷ്യൻ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ആത്മീക ഗൃഹം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയം, വിശുദ്ധ മന്ദിരം. ആലയം ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം. മൂലക്കല്ല് യേശുക്രിസ്തു മാതൃക. താൻ മനുഷ്യപുത്രനായിട്ട് ഭൂമിയിൽ വന്ന് തൻ്റെ ഒരു പ്രധാന ശുശ്രൂഷ നമുക്കൊരു ജീവിത മാതൃക കാണിക്കാം. അല്ലേ? സാധാരണ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് അവൻ നമ്മുടെ പാപങ്ങൾ രക്ഷിപ്പാനായിട്ട് ഭൂമിയിൽ മനുഷ്യനായി വന്നു. പലരും ആ ഒറ്റ ലൈനിൽ ഒതുങ്ങി നിൽക്കും. അതുകൊണ്ടാണ് നമുക്ക് ഹോൾസം ഗോസ്പൽ അതിൻ്റെ പരിപൂർണത കിട്ടണം. എന്നാൽ യേശുക്രിസ്തു ഭൂമിയിൽ വരുമ്പോൾ നാം ദൈവമനുഷ്യരായിട്ട് ജീവിപ്പാനായിട്ട് ദൈവസാദൃശ്യത്തിലും ദൈവസ്വരൂപത്തിലും ജീവിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു മാതൃകാ ജീവിതം നമ്മെ കാണിക്കും. അല്ലേ? അപ്പോൾ തൻ്റെ ജീവിതവും ഉപദേശങ്ങളോട് നോക്കുമ്പോൾ തൻ്റെ ഉപദേശങ്ങളെല്ലാം തൻ്റെ ജീവിതത്തിൽ ഉണ്ട്. കർത്താവിൻ്റെ ഉപദേശങ്ങളെല്ലാം കർത്താവിൻ്റെ ജീവിതമായിരുന്നു. ഈ മാതൃക നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ മോശയ്ക്ക് പർവ്വതത്തിൽ കാണിച്ച മാതൃക പുറപ്പാട് 25-ന്റെ 8-9 വാക്യങ്ങൾ അവിടെ നാം കാണുന്ന മാതൃക എന്നൊരു വാക്ക്. പത്രോസിൻ്റെ ലേഖനം 2 നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ 21-ാമത്തെ വാക്യത്തിൻ്റെ ലാസ്റ്റ് ഭാഗം അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കും. അപ്പോൾ മോശ ആ മാതൃക പർവ്വതത്തിൽ കണ്ടു. എക്സാക്ട്ലി ആ മാതൃക പ്രകാരം തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം അത് നമ്മെ അറിയിക്കുന്ന സന്ദേശം ക്രിസ്തു ആകുന്ന മാതൃക നമ്മൾ അതുപോലെ കർത്താവിനെ പിൻപറ്റുമ്പോഴാണ്, അനുഗമിക്കുമ്പോഴാണ് ദൈവസാദൃശ്യത്തിലും ദൈവസ്വരൂപത്തിലുമുള്ള ഒരു ദൈവമനുഷ്യരായിട്ട് നാം തീരുന്നു. അതുകൊണ്ടാണ് അത് ഗൗരവം. മാതൃക എനിക്കറിയണം. മാതൃക ആണെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കണം. അതിനൊരു ആത്മീക പ്രകാശനം ഉണ്ടാകണമെങ്കിൽ മാത്രമേ മാതൃക കാണുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത പുരുഷനായിട്ടും അപ്പം കൊടുക്കുന്ന, രോഗസൗഖ്യം നൽകുന്നു, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ നമ്മൾ ചുറ്റിപ്പറ്റി നിൽക്കുക. അല്ലാതെ ഒരിക്കലും കാണേണ്ട ക്രിസ്തുവിനെ നമ്മൾ കാണുകയില്ല. ആത്മാവിൽ നമുക്ക് ക്രിസ്തുവിനെ വെളിപ്പെട്ട് അന്വേഷിക്കുന്നവർക്ക് മാത്രമേ അത് വെളിപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അടുത്ത വാക്ക് ജീവനുള്ള കല്ല്. ജീവനുള്ള കല്ല്. ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ യേശുക്രിസ്തുവിന് അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. അപ്പോൾ പുതിയ സൃഷ്ടിയിൽ ആത്മീക ഗ്രഹത്തിൻ്റെ പണിക്ക് വേണ്ടി മൂലക്കല്ലായി ക്രിസ്തു ജീവനുള്ള കല്ല്. അപ്പോൾ അതേ മാതൃകയിൽ ഒരുക്കപ്പെടുന്നതായിട്ടുള്ള കല്ലുകൾ ദൈവമക്കൾ, അവരും അതുപോലെ ജീവനുള്ള കല്ല്. എന്തിന് ഒരാത്മീക ഗ്രഹം പണിയപ്പെടും? അല്ലേ? ആത്മീക ഗ്രഹം പണിയപ്പെടുവാൻ ഈ ആത്മീക ഗ്രഹം മൂന്നളവിലാണ് ഞാൻ പഠിക്കുന്നത്. ഒന്ന്, നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മീക ഗ്രഹം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ, ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ, കാരണം ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ല.
അതുപോലെ ദൈവത്തിന് ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുക. അപ്പോൾ അത് നമ്മളുടെ ഈ ശരീരവും ശരീരത്തിനുള്ളിൽ നമ്മുടെ മനുഷ്യ ആത്മാവും ആത്മാവിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. കോഴ്സ് മനസ്സെന്നുള്ളൊരു മേഖലയുമുണ്ട്. മനസ്സ്, ഇച്ഛ, വികാരങ്ങൾ, ഇമോഷൻസ്. 4 ആത്മീക ഗ്രഹം, വിശുദ്ധ ഗ്രഹം നമ്മളുടെ ശരീരം, ദൈവത്തിൻ്റെ മന്ദിരം. അവിടെ വിശുദ്ധി എന്നുള്ളത് വളരെ സൂക്ഷിച്ചോണം. അത് നമ്മുടെ ഉള്ളിൽ ഇംപ്രിൻറ്റ് ചെയ്യണം. കാരണം ദൈവത്തിൻ്റെ ആലയത്തെപ്പറ്റി നമ്മൾ എവിടെ നോക്കിയാലും അതെല്ലാം വിശുദ്ധി, വിശുദ്ധ മന്ദിരം അല്ലേ. ഞാൻ നിങ്ങളുടെ മധ്യേ വസിക്കേണ്ടതിന് നിങ്ങളെനിക്കൊരു വിശുദ്ധ മന്ദിരം. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായപ്പിൻ്റെ ഉദ്ദേശം ദൈവത്തിൻ്റെ മന്ദിരം. ഓർപ്പിക്കാറുള്ളതുപോലെ ദൈവത്തിൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ ഒരു പങ്ക് നമ്മുടെ ഉള്ളിലും നൽകിയിരിക്കുക. നമ്മൾ ദൈവ മനുഷ്യരാണ്, ദൈവസാദൃശ്യം, ദൈവസ്വരൂപം. അത് അതിൻ്റെ കീ ആയിട്ടുള്ള വിഷയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ദൈവാനുരൂപികൾ. ആത്മീക ഗ്രഹം, ആത്മീക യാഗം. ഒന്ന് നമ്മളുടെ അവരവർക്ക് ലഭിച്ചിരിക്കുന്നു അല്ലേ. ശരീരം എന്ന് പറയുമ്പോൾ ആത്മീക ഗ്രഹം ആകുമ്പോൾ അതിന് പ്രാകാരമുണ്ട്. പഴയ നിയമത്തിൽ വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്നത് ഈ ആത്മീയ ഗ്രഹത്തിലും ഉണ്ട്. ശരീരം, പ്രാകാരം, വിശുദ്ധ സ്ഥലം, ദേഹി, ഉള്ളിലെ അകത്തെ മനുഷ്യന് ദൈവത്തിന്, നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവ്. അപ്പോൾ ആ ഒരു ആത്മീകമായ പിക്ചർ നമുക്കുണ്ടായിരിക്കും. 2 നമ്മുടെ കുടുംബം ആണ് സെക്കൻഡ് ലെവൽ. കുടുംബം നമ്മൾ വചനം പഠിക്കുമ്പോൾ സൃഷ്ടിയിലെ കുടുംബമാണ് ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. കുടുംബമാണ് ദൈവത്തിൻ്റെ ആദ്യത്തെ ഒരു പ്രധാന വ്യവസ്ഥ. കുടുംബം. ആദമിനെ ഉണ്ടാക്കുന്ന ഹൗവ, എന്നിട്ട് അവിടുന്ന് ഒരു കുടുംബം. നിങ്ങൾ സന്താന പുഷ്ടി ഉള്ളവരാകും. അങ്ങനെ ദൈവഭവനങ്ങൾ അങ്ങനെയുള്ള ദൈവഭവനങ്ങൾ ഒന്നിച്ച് വരുമ്പോഴാണ് ദൈവത്തിൻ്റെ സഭ. തന്നെ ആ മോഡലിൽ അതാണ് ഹയസ്റ്റ് ലെവൽ. നമ്മൾ ഓരോ വ്യക്തികൾ തിരഞ്ഞെടുത്തതായിട്ടുള്ള ജീവനുള്ള കല്ലുകൾ, അതിൽ നിന്ന് കുടുംബം, ഓരോരുത്തരുടെയും കുടുംബം എന്നുള്ള വ്യവസ്ഥ, കുടുംബങ്ങൾ ഒന്നിച്ച് വരുമ്പോഴാണ് ദ ഹയസ്റ്റ് ഓർഡർ, ദൈവത്തിൻ്റെ സഭ. സഭയാകുന്ന ആലയം, സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ദൈവത്തിൻ്റെ നിവാസമായ ദൈവത്തിൻ്റെ ആലയമാകുന്ന സഭ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എല്ലാ മേഖലകളിലുമാണ്. അല്ലെങ്കിൽ ഈ മൂന്ന് വ്യവസ്ഥകളിൽ നമ്മൾ കാണുന്നുണ്ട്. നാം വ്യക്തിപരമായിട്ട് ആലയമാകുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന മേഖലകളിൽ ആ പ്രകാശം കൊടുക്കുവാനായിട്ട് ദൈവം നമ്മെ ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമ്മെ ഉപയോഗിക്കുന്നു. കുടുംബവും അങ്ങനെ സാക്ഷികളാകുമ്പോൾ കുറച്ചൊരു ഹയർ ലെവല്. അല്ലേ? കാരണം ഭൂമിയിൽ വെച്ച് 2 പേര് യാചിക്കുന്ന ഏത് വിഷയത്തിലും ഐക്യമത്യപ്പെട്ട ഹയർ ലെവൽ കുടുംബം. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ കുടുംബം ആ ലെവലിൽ കാണുന്നില്ല. അൺഫോർച്യുനേറ്റ്ലി ദേവദാസന്മാരുടെ കുടുംബമായാലും കുഞ്ഞുങ്ങളൊന്നും ആ നിലവാരത്തിലേക്ക് വരുന്നില്ല. ഭാര്യമാർക്കും ഈ ബോധമില്ല, ഭർത്താക്കന്മാർക്കും ദേവദാസന്മാർക്കും നമുക്കിത് അറിഞ്ഞുകൂടാ വേണ്ട. അപ്പോൾ ആ
പ്രകാശനം കിട്ടി, വെളിപ്പാട് കിട്ടി വരുന്ന 10 കുടുംബമാണ് പ്രോപ്പറായിട്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഒരു ദൈവസഭ ആകുന്നത്. കാരണം അവർക്ക് അതിൻ്റെ പ്രകാശനം അറിയാം. ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ കുടുംബമാകുന്ന സഭയെന്ന് എഫേസ്യ ലേഖനത്തിൽ സഭയുടെ അല്ലെങ്കിൽ അതെ സഭയെക്കുറിച്ച് നാം അവിടെ എഴുതിയിരിക്കുമ്പോൾ ശരീരമാകുന്ന സഭയുണ്ട്, അവിടെ ദൈവത്തിൻ്റെ കുടുംബം, ദൈവത്തിൻ്റെ സഭയാണ് കുടുംബത്തെ, ദൈവത്തിൻ്റെ കുടുംബത്തിലെ ഹയസ്റ്റ് ഓർഡർ. ഞാൻ നിങ്ങളുടെ മധ്യേ വസിക്കുകയാണ്. അത് മരുഭൂമിയിലെ സഭയോടാണ് അറിയിക്കുന്നത്. നമുക്കത് നിഴലായിട്ട് കാണാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കൂടാരമെന്നുള്ള മേഖലയിൽ, അതായത് പുറപ്പാട് പുസ്തകത്തിലുള്ള സമാഗമന കൂടാരത്തിൻ്റെ നിഴൽ അബ്രഹാമിൻ്റെ ജീവിതത്തിലും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ജീവിതത്തിൽ നമുക്ക് കാണുന്നുണ്ട്. കാരണം അബ്രഹാം വരുമ്പോൾ കനാൻ ദേശത്ത് കാല് കുത്തുമ്പോൾ അവിടെ ദൈവത്തിന് ദർശനമുണ്ടാകും, ദൈവന് പ്രത്യക്ഷമാകും. തനിക്ക് പ്രത്യക്ഷമായ യഹോവയാം ദൈവത്തിനാണ് താൻ ആദ്യം യാഗപീഠം ഉണ്ടാക്കുന്നത്. യാഗപീഠം അവിടെ ഒരു കൂടാരം ഉണ്ടാക്കിയെന്നല്ല പറയുന്നത്, ആദ്യം യാഗപീഠം. വളരെ ഇമ്പോർട്ടൻ്റ് യാഗം. അപ്പോൾ അബ്രഹാമിൻ്റെ കൂടാരം നമ്മൾ നോക്കുമ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ ഒരു നിഴല. യാഗപീഠം, കൂടാരം എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈവന് വെളിപാട് പുസ്തകത്തിൽ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അത് നിത്യായുഗമാണ് ആ സംഭവം. അവിടെ മനുഷ്യർ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഒരു പെർമനൻ്റ് സൃഷ്ടിയാണ് മനുഷ്യൻ, മാൻകൈൻഡ്. ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന മനുഷ്യപുത്രനായ യേശു ക്രിസ്തു. അത് വലിയൊരു മർമ്മം, ഭയങ്കര മർമ്മം. ഇറ്റ്സ് അമേസിങ്. അങ്ങനെയാണെങ്കിൽ ഇത് ദൈവത്തിൻ്റെ പല സൃഷ്ടികളുണ്ട്, പല അളവിലുള്ള ദൂതന്മാർ തന്നെ, പല ആർക്കേഞ്ചൽസ് ഉണ്ട്, പ്രധാന ദൂതന്മാർ, സെറഫീംസ് ഉണ്ട്, ഖെരൂബ്സ് ഉണ്ട്. മനുഷ്യനോട് വളരെ സാദൃശ്യമുള്ള ദൂതസഞ്ചയമാണ് ഖെരൂബ്. ദൈവസാന്നിധ്യം വഹിക്കുന്നവരാണ് ഖെരൂബ്സ്. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണും. മനുഷ്യ മുഖം അതിനുള്ളതായിട്ട് കാണും. എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ എനിക്ക് കിട്ടിയൊരു പരിജ്ഞാനം, തെറ്റോ ശരിയോ വ്യക്തമായിട്ട് ഞാൻ പറയുന്നില്ല, എന്നാൽ ദൈവസൃഷ്ടിയിൽ ഏറ്റവും ഹയസ്റ്റ് ഓർഡറാണ് മനുഷ്യവർഗം. ദൈവസാദൃശ്യം, ദൈവസ്വരൂപം മറ്റ് സൃഷ്ടികളെപ്പറ്റി അത്രത്തോളം പറയുന്നില്ല, ആരെപ്പറ്റി പറയുന്നില്ല. എന്നാൽ കെരൂബ്സ് എന്നൊരു മനുഷ്യ മുഖം ഉള്ളതായിട്ട് കാണും. ഒരു പൂർണ്ണം നമ്മൾ കാണുന്നുണ്ട്. കെരൂബ്സും ഹയസ്റ്റ് ഓർഡർ അല്ലേ. ലൂസിഫർ ഒരു കെരൂബായിരുന്നു, അവിടെ നാം പരാജയപ്പെട്ട് വീണുപോയി. ദൈവത്തോടെ ഏറ്റവും അടുത്ത ദൂത സഞ്ചയമാണ് കെരൂബ്സ്. ആ 3 ഓർഡർ നമ്മൾ ദൈവത്തിൻ്റെ ഓർഡർ മനസ്സിലാക്കണം. 3 എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണ് ദൈവം. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്. ഇവിടെ നിന്ന് നമുക്ക് ബൈബിളിൽ കാണാം ആ 3 എന്നുള്ള ഓർഡർ. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം അല്ലേ. പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ 3 ശിഷ്യന്മാരെ പ്രത്യേകമായിട്ട് താൻ കൊണ്ടുവന്നുണ്ട്. പത്രോസിനെയും യാക്കോബിനെയും. 2 3 പേര് എൻ്റെ നാമത്തിൽ കൂടി വരുന്നുണ്ട്. 2നും വളരെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യമുണ്ട്. അതിൽ 3 വളരെ പ്രധാനപ്പെട്ട ഒരു നമ്പർ അല്ലേ. പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ വായിക്കുക: പെസഹ, പെന്തക്കോസ്റ്റ്, കൂടാരപ്പെരുന്നാൾ. പെസഹയുടെ അപ്പം തന്നെ 2 എണ്ണം ഉണ്ട്, അതായത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളും. എന്നാൽ അത് ഒരേ സമയത്താണ്, അതുകൊണ്ട് പെസഹ എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത്. പെന്തക്കോസ്റ്റ് ബൈ ഇറ്റ്സെൽഫ്. 3ാമത്തേത് കാഹളത്തിൻ്റെ പെരുന്നാളും പാപപരിഹാര ദിവസവും കൂടാരപ്പെരുന്നാൾ. 3 ഉത്സവമാണെങ്കിലും അത് കൂടാരപ്പെരുന്നാളാണ് അതിനകത്ത് പ്രധാന, കൂടാരപ്പെരുന്നാൾ എന്നുള്ള പേരിൽ. അപ്പോൾ അവിടെ 3 വിശുദ്ധ പുരോഹിത വർഗം. ദൈവത്തിൻ്റെ ആത്മാവിന് വസിക്കുവാനായിട്ടുള്ള ഒരു വിശുദ്ധ മന്ദിരം നമ്മുടെ പുരോഹിത ശുശ്രൂഷയെ നമ്മെ ഏൽപ്പിച്ചിരിക്കുക.
അവരവർ. അപ്പോൾ എൻ്റെ ഈ ശരീരത്തിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് അല്ലേ. അപ്പോൾ നമ്മളിതെല്ലാം പഠിക്കും. ക്രിസ്തു നമ്മിൽ വസിക്കുന്നു, ഞാനല്ല ക്രിസ്തു അത്രയും ജീവിക്കുന്നു. നമ്മുടെ ആ ഇൻഡിവിജ്വൽ വ്യക്തിത്വം ഇപ്പോഴും ഉണ്ട്. പക്ഷെ സംഭവിക്കുന്നത് ആ ഞാനെന്നുള്ളത് ഇപ്പോൾ ആരുടെ അണ്ടറിലായി? കംപ്ലീറ്റ് ക്രിസ്തുവിൻ്റെ അണ്ടറിൽ. ഇതെല്ലാം ഒന്നാകുന്നു പറഞ്ഞാൽ നമ്മൾ നിത്യത ചെല്ലുമ്പോഴും നമുക്ക് ആ ഇൻഡിവിജ്വാലിറ്റി അല്ലേ നമുക്ക് തമ്മിൽ കാണാം. ഇവിടെ ചെല്ലും മോശ വരുന്നു, ഏലിയാവ് വരുന്നു. എന്നാൽ അതിൻ്റെ മർമ്മം പറഞ്ഞാൽ നമ്മൾ രണ്ടോ അല്ലെങ്കിൽ ആ വ്യക്തിത്വം ഉണ്ടെങ്കിൽ തന്നെ ഇതെല്ലാം ഒന്ന്. അതാണ് ഒരു മിസ്റ്ററി. ഇപ്പം തന്നെ നമ്മളെല്ലാം സഭ ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ വ്യക്തിത്വം ഉണ്ട്. ആ വ്യക്തിത്വം കംപ്ലീറ്റ് ക്രിസ്തുവിലാകുമ്പോൾ ആ വണ്ണസിലേക്ക് നാം വരിക. അപ്പോൾ അങ്ങനെ ഒരു വശം നമ്മൾ മറന്നു പോകും. ആയതുകൊണ്ട് ഇപ്പം ഞാനെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തർ വ്യക്തിപരമായിട്ട് അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ എല്ലാവരെയും ദൈവത്തിൻ്റെ ഒരു മന്ദിരം ഏൽപ്പിച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിലേക്ക് നമ്മൾ പോയെങ്കിൽ മാത്രമേ ന്യായപ്രമാണ പുസ്തകത്തിൽ പുരോഹിത വർഗത്തിന് ഇത് ഏൽപ്പിക്കുന്ന ആ മേഖലകൾ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇത് കുറച്ചുകൂടെ ഗൗരവമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം, ഞാൻ ആ വ്യക്തിത്വം പറഞ്ഞു, അതുപോലെ നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. വി ആർ റെസ്പോൺസിബിൾ. അല്ലാതെ എല്ലാം യേശു എന്ന് പറഞ്ഞ് നമ്മൾക്ക് സർട്ടൻ ഏരിയാസിൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. അതിൽ ഒരു പ്രധാന പർപ്പസാണ് അനുസരണം. യേശു അല്ല നമ്മളിൽ വസിച്ചുകൊണ്ട് നമ്മളെ അനുസരിപ്പിക്കുന്നത്. ഞാൻ പറയുമ്പോൾ ക്രിസ്തു എന്നിൽ, ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ വസിക്കുന്നു പറയുമ്പോൾ അനുസരണമെന്നുള്ളത് ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ച് ആ ആത്മാവിൻ്റെ മേഖല നടക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ അനുസരണം എന്നുള്ള മേഖലയിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഈ പറയുന്ന അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിക്കത്തുള്ളൂ. അത് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇപ്പം ആദമിനെ ഹവ്വയെ അവരുടെ പിന്നെ ഒരു തിയോളജിയൻസ് പറയുന്നത് ഇന്നൊസൻസി സ്റ്റേജ്, ഒരു ഫ്രീ വില്ല് കൊടുത്തിട്ട് അന്നേരം അവർ ഇന്നൊസെൻ്റ്, അവർക്ക് പാപം എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്ന പാപത്തിൽ വീഴാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. അത് ഫ്രീ വില്ലെന്നുള്ള സബ്ജക്റ്റ് പഠിക്കുമ്പോഴാണത്. അതും എല്ലാവരും നമ്മൾ അറിഞ്ഞിരിക്കണം. ഫ്രീ വില്ല് ഇപ്പോഴും ഉണ്ട്. കാരണം ഫ്രീ വില്ല് ദൈവം നൽകിയിരിക്കുന്നത് നാം ദൈവത്തെ അനുസരിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്. യേശു കർത്താവ് ആത്മാവ് നിറഞ്ഞവനായി ആത്മാവിനെ മരുഭൂമിയിലേക്ക് നടത്തുമ്പോൾ ഞാൻ യേശുവിനെ പറ്റി പറയുമ്പോൾ അതൊരു നല്ല എക്സാമ്പിളല്ല. കാരണം പിന്നെ നമ്മൾ ചോദിക്കാം, അദ്ദേഹം ദൈവപുത്രനാണല്ലോ, മനുഷ്യപുത്രനായിട്ട് വന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ ആത്മാവ് വസിച്ചുകൊണ്ട് ആത്മാവ് നമ്മളെ നടത്തുവാനായിട്ട് പ്രേരിപ്പിക്കുമ്പോൾ നമുക്ക് അനുസരണക്കേട് കാണിക്കാം. അതനുസരിക്കാതെ നമ്മുടെ ഇഷ്ടത്തിന് പോകാം. അതാ ഫ്രീ വില്ല്. നമ്മളത് വളരെ സിമ്പിൾ ഫോമിൽ എനിക്ക് ഓർമ്മയുണ്ട്. ദൈവത്തിന് ആത്മാവ് പ്രേരിപ്പിക്കുകയാണ് കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിപ്പിക്കാൻ അല്ലേ. അപ്പോൾ ആ സമയത്താണ് ഇമ്മീഡിയറ്റ്ലി നല്ലൊരു പ്രോഗ്രാം അല്ലേ, നല്ലൊരു പ്രോഗ്രാം ടി വിയിൽ നടക്കും. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴാണല്ലോ ആ പ്രോഗ്രാം. അപ്പോൾ ദൈവത്തിന് ആത്മാവ് അതിന് തൊട്ടുമ്പും അവൾ പറഞ്ഞ് കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിക്കും. ഇപ്പം നമ്മുടെ മുൻപ് രണ്ട് ഓപ്ഷൻ, രണ്ട് ട്രീ ആ സമയത്ത് അവിടെ നമ്മൾ ഏത് ഫലമാണ് കഴിക്കുന്നത്? അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ പരീക്ഷകളുണ്ട്. നമ്മൾ കുറച്ചുകൂടെ സൂക്ഷ്മമാകുമ്പോഴാണ് നമുക്കിത് മനസ്സിലാകുന്നത്. കുറച്ചുകൂടെ ആത്മാവിൻ്റെ മേഖല വരുമ്പോഴാണ് നമുക്ക് ഇത് മനസ്സിലാകുന്നത്. എടാ, ഇത് ഒരു ഓപ്ഷൻ നമ്മൾ അതെങ്കിൽ
ദൈവം നമ്മളെ ഒരിടത്തേക്ക് നിയോഗിക്കുമ്പോൾ വേറൊന്ന് വരും നമുക്ക് മനസ്സിലാവില്ല. ഇത് മറ്റവൻ്റെ തന്ത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗം നാം അനുസരിക്കുക. അപ്പോൾ ദൈവത്തിന് ആത്മാവിൻ്റെ ആ ഒരു ടച്ചിൽ അല്പമായിട്ട് നമ്മൾ ആത്മാവിൻ്റെ മേഖല മനസ്സിലാക്കുവാൻ തുടങ്ങുമ്പോൾ ഈ ആത്മാവിൻ്റെ നിയോഗവും പ്രേരണയും കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആഗ്രഹം നമുക്ക് വരുന്നില്ല, അല്ലേ? ഒരാഗ്രഹം വരുന്നില്ല. എന്നാൽ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ വർദ്ധിച്ച് വരുമ്പോഴാണ് ആത്മാവിൻ്റെ നിയോഗവും പ്രേരണ വർദ്ധിച്ചു വരും. അപ്പോൾ നമുക്കറിയാം കൂടെ ആത്മാവ് നമ്മളെ നിയോഗിക്കും. ഞാൻ യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ ആത്മാവിനെ നിർബന്ധിച്ചെന്ന മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മരുഭൂമിയിലേക്ക് പോകാനായിട്ട് നിർബന്ധിച്ചത്. അതെന്താ? അപ്പം നമ്മുടെ ജീവിതത്തിലും അത് നമ്മൾ ഫീൽ ചെയ്യാൻ തുടങ്ങും. ആത്മാവ് നമ്മോട്, കാരണം നമ്മൾ കുറച്ചുകൂടി ഇൻറ്റിമേറ്റ് ലെവലിൽ വരിക. മറ്റേ നമ്മൾ ആത്മാവിൻ്റെ ശബ്ദം അത്രത്തോളം മനസ്സിലാക്കുന്നില്ല. അപ്പം നമ്മൾ പലതും ത്യജിക്കുവാനായിട്ടുള്ള പ്രേരണ നമുക്ക് കിട്ടുന്ന ആത്മാവിൽ. നമ്മുടെ ഓണിൽ പലപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരികയല്ല, നമുക്ക് മനസ്സിലാകാത്ത പോലും. എന്നാൽ ആത്മാവുമായിട്ട് നമ്മൾ കുറച്ചുകൂടെ ബന്ധത്തിലേക്ക് വരുമ്പോഴാണ് ആത്മാവിൻ്റെ നിയോഗവും പ്രേരണയും നമുക്ക് മനസ്സിലാകും. 1 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ സകലത്തിനും എനിക്ക് കർത്തവ്യം ഉണ്ടെങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലവും എനിക്ക് പ്രയോജനം ഉള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യം ഉണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകെ. ഫോർ എക്സാമ്പിൾ, ടി വിയിലൊരു നല്ലൊരു പ്രോഗ്രാം, അത് ദോഷമൊന്നുമില്ല, ഒരു നേച്ചറിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ചരിത്ര ഹിസ്റ്ററി ആയിരിക്കും. അത് പൊതുവെ ആരും നോക്കിയാൽ, പാസ്റ്റർമാർ നോക്കിയാൽ അതിന് വലിയ കുറച്ച് അറിവ് കിട്ടുന്നതല്ലേ. എന്നാൽ അപ്പോസ്തലൻ പറയുന്നത് ഇത് ലോഫുൾ ആണെങ്കിലും എനിക്കത് ആത്മീക മേഖലയിൽ പ്രയോജനമില്ല. സകലത്തിനും കർത്തവ്യം ഉണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. ലോഫുള്ളാണ്, അധീനനാകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺട്രോളിൽ. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ന്യൂസ് കണ്ടല്ലേ ഒക്കത്തുള്ളൂ. ആ ന്യൂസ് കാണുന്നതിന് എന്താ കുഴപ്പം? നമ്മൾ ലോകാര്യം അറിയണ്ടായോ? അപ്പോൾ ദൈവം ചില ഭാര്യയുള്ള പറഞ്ഞ് നിങ്ങളെന്തിനാ ഇത് കാണാൻ സമയം കളയാതെ? പക്ഷെ നമ്മൾ ദൈവശബ്ദമായിട്ട് കേൾക്കുന്നില്ല. ഭാര്യയല്ല, അവൾക്ക് തന്നെ താല്പര്യമില്ല, അതുകൊണ്ട് അവൾ പറയും. എന്നാൽ ദൈവശബ്ദമായിരിക്കും ഭാര്യയോട് സംസാരിക്കും. അതല്ല, നമ്മോട് ദൈവം ഇടപെടും. കാരണം എന്നോട് അനേക കാര്യങ്ങൾ എല്ലാം ലോഫുള്ളാണ്, പക്ഷെ കട്ട് ഇറ്റ് ഓഫ്. അത് നമ്മോടത് പറയുന്നതിൻ്റെ കാര്യം നമ്മളെ അതുപോലുള്ളൊരു ആത്മീക നിലവാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്. കാരണം എന്തൊക്കെ ഇതിനകത്ത് തിരികെ കയറ്റും നമുക്കറിഞ്ഞുകൂടും. ലോഫുള്ളായിട്ട് തോന്നും, എന്നാൽ നമ്മുടെ ആത്മീക ജീവിതത്തിന് തടസ്സമായിട്ടുള്ള അനേക, അപ്പം അധീനനായിക്കഴിഞ്ഞാൽ അല്ലേ നമുക്ക് ലോഫുള്ളായിട്ടുള്ള അതിന് തെറ്റൊന്നുമില്ലെന്ന് നമ്മൾ പറയുന്നു, എന്നാൽ നമ്മൾ അതിന് അധീനനാകുകയാണെങ്കിലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവത്തിന് ആത്മാവാണ് നമ്മോട് ഇടപെടും. കാരണം ഈ മന്ദിരം വിശുദ്ധം. അപ്പോൾ മന്ദിരത്തിൽ ഇതിൻ്റെ ഉദ്ദേശം, അതായത് നമ്മളെ ഭൂമിയിലാക്കിയിട്ട് ഇങ്ങനൊരു ശരീരം തന്ന് കയ്യും കാലും നാവും കണ്ണും എല്ലാം തരുമ്പോൾ നമ്മൾ ദൈവത്തിന് ആത്മാവ് വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവീക കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ടൊരു മനസ്സ് നൽകിയിരിക്കുമ്പോൾ അതിൻ്റെ ആത്മീക യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ റൂട്ട് ചേഞ്ച് ആകുന്നത്. പല കാര്യങ്ങളും ലോഫുൾ ആണെങ്കിലും നമ്മളതിനെ ത്യജിക്കും. കാരണം ഈ മന്ദിരത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അല്ലേ? മന്ദിരത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. അത് നമ്മളെ ആ അളവിലേക്ക് കൊണ്ടുവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ അധീനരാക്കേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ ഗവൺമെൻറ് അല്ലെ ദൈവരാജ്യം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ പൂർണ്ണമായിട്ടാകേണ്ടത്. അതിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്
ഉന്നതമായിട്ടുള്ള മേഖല, അതായത് ഈ ആത്മീക ഗ്രഹമാണെന്നുള്ള നമ്മളെ ബോധ്യമാക്കുവാനും ഇത് യഥാർത്ഥമായിട്ടൊരു ആത്മീയ ഗ്രഹമായിട്ട് തീരുവാനും. അപ്പം നമുക്ക് വരുന്ന പരാജയം ഇതാണ്. നമ്മൾ സ്നാനപ്പെട്ടു, യോഗത്തിന് പോകുന്നുണ്ട്, കൂട്ടത്തിന് പോകുന്നുണ്ട്, സോൾ ആക്ടിവിറ്റികളുണ്ട്, പക്ഷെങ്കിൽ യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അധീനതയിലേക്ക് നമ്മൾ വളർന്ന് എത്തുന്നത്. അപ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് സ്പിരിച്വാലിറ്റി എന്ന് പറയാൻ ഒക്കത്തില്ല. സോ കോൾ സ്പിരിച്വൽ തിങ്സ് വളരെ ഡേഞ്ചറസ്. അതൊരു വഞ്ചന. കാരണം നമ്മൾ സംതൃപ്തരാണ്. നമ്മുടെ നമ്മൾ ആ വാസ്തവമായിട്ട് വിശ്വസിക്കുന്നത് എൻ്റെ ജീവിതം റിയലി ഗുഡ്, ഞാൻ സ്നാനപ്പെട്ടു, എനിക്ക് ആത്മസാണ്, ഞാൻ ചില അന്യഭാഷയൊക്കെ പറയും, അല്ലേ, പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചായ്ത്ത് കൊടുക്കുന്നുണ്ട്, സഭയിൽ വിഷയങ്ങൾ വലിയ കാര്യമാണ്, പിന്നെ ഉപവാസ പ്രാർത്ഥന ഉണ്ട്, നമ്മൾ 3 ദിവസം ഉപവസിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോഴും കർത്തൃത്വം നടത്തുന്നത് നമ്മുടെ പഴയ മനുഷ്യൻ. ആ കിങ്ഡം പോയിട്ടില്ല, കിങ്ഡം പോയിട്ടില്ല, ദൈവരാജ്യത്തിനകത്ത് വന്നിട്ടില്ല അതിൻ്റെ അളവിൽ. അങ്ങനെ വരുമ്പോൾ ഇതൊരു ആത്മീയ ഗ്രഹമാണെന്നുള്ള ബോധത്തിലേക്ക് നമുക്ക് ഒരു കാലത്ത് വരാനായിട്ട് സാധ്യമല്ല. സമാഗമന കൂടാരം തന്നെ പുരോഹിതന്മാർക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ഗൗരവം സാധാരണ യാഗം കഴിക്കാൻ വരുന്നവർക്ക് ഇല്ല. ഇപ്പം കെഹാത്യരോട് ചോദിക്കുകയാണെങ്കിൽ അവരാണ് ഈ നിയമപട്ടം വായിക്കുന്നത്. അതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ ആത്മിക കെഹാത്യരും മെരാര്യരും ഗർശോന്യരും, ഈ 3 കൂട്ടരാണ് ആലയമ ഒരു സ്ഥാനത്ത് നിന്ന് വേറെ സ്ഥാനത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകും. അതിൽ കോഹൈറ്റ്സ് അല്ലെങ്കിൽ കെഹാത്യരാണ് ഏറ്റവും വലിയ ശുശ്രൂഷ ചെയ്യുന്നത്, അതിവിശുദ്ധമായത് വഹിക്കുന്നവർ. അപ്പോൾ അവർക്കിതിൻ്റെ ഗൗരവം അറിയാം. എന്നാൽ അവിടെ യാഗം കഴിക്കാൻ വരുന്നതിന് യാഗം കഴിച്ചിട്ട് വീട്ടിൽ പോകത്തേ ഉള്ളൂ, ഇതിൻ്റെ ഗൗരവം അറിയാം. കാരണം ഇവരുടെ വാസം തന്നെ, പുരോഹിതന്മാരുടെയും ലേവ്യരുടെ വാസം തന്നെ സമാഗമനം കാണുന്ന ചുറ്റുമുള്ള ഏറ്റവും അടുത്ത ടെൻറ്റുകൾ ഈ പ്രിയപ്പെട്ടവരുടെ. അപ്പോൾ അവർ ദൈവസാന്നിധ്യത്തിലാണ് എപ്പോൾ. അവർക്ക് വേറൊന്നും ഈ ഭൗമികമായിട്ട് ഒരവകാശങ്ങളും ഇല്ല. കനാനിൽ ചെന്നപ്പോൾ അവർക്ക് അവകാശങ്ങളില്ല, കാരണം അവർ ഭൂമിയുമായിട്ടുള്ളവരല്ല, അല്ലേ. അവർ ദൈവത്തിനും മനുഷ്യരും മധ്യേ ഒരു ഏരിയയാണ് അവിടെ നിൽക്കുന്നവർ, അല്ലേ. ഞാൻ പലപ്പോഴും ഏതിനെപ്പറ്റി പറയുമ്പോൾ സ്വർഗവും ഭൂമിയുമായിട്ട് കണക്റ്റഡായിട്ടുള്ളൊരു മേഖലയാണ് ഏത് എന്ന് പറഞ്ഞാൽ സ്വർഗവുമായിട്ട് ഏറ്റവും അടുത്ത ഒരു മേഖലയാണ്. ഈ ആദമിന് ഹവ്വനും അവിടെ ഭരിക്കണമെങ്കിൽ അപ്രകാരമുള്ള ഒരു പ്ലേസിൽ, അത് ഓൾമോസ്റ്റ് സ്വർഗീയമായിട്ടുള്ളൊരു പ്ലേസ്, ദൈവം എപ്പോഴും ഇറങ്ങി വരുന്നതും ദൈവത്തിൻ്റെ കൂട്ടായ്മയുള്ളതും. ഒരു ഖനാൻ എന്ന് ഞാൻ പറയുമ്പോൾ അതൊരു സ്വസ്ഥതയുടെ മേഖല, അല്ലേ. ആ മേഖലയിൽ നിന്നുകൊണ്ടാണ് ദൈവകൽപ്പനയെ അനുസരിച്ചുകൊണ്ട് പിന്നെ ഭൂമിയെ ഭരിക്കേണ്ടത്, വാഴേണ്ടത്. അപ്പോൾ പുരോഹിതന്മാർക്കും അങ്ങനെ ഉത്തരവാദിത്തം കൊടുത്തിരിക്കുന്നത്. സമാഗമന കൂടാരം എന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യമുള്ളൊരു കൂടാരം, ദൈവത്തിൻ്റെ നിരന്തരം. അപ്പം ആലയം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർത്തു കൊള്ളണം ദൈവത്തിൻ്റെ സാന്നിധ്യം, അല്ലേ. അത് ആലയത്തെപ്പറ്റി ആദ്യത്തെ റെഫറൻസ് ഹൗസ് ഓഫ് ഗോഡ് എന്നാണ് ഇംഗ്ലീഷിൽ. ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ഈ സ്ഥലത്തുണ്ട്, സാന്നിധ്യം, ഞാനോ അത് അറിഞ്ഞു. അപ്പോൾ ഇവൻ്റെ ഭൗമികനായി സമയത്ത് മണ്ണുമായിട്ട് പറ്റി ചേർന്ന് കിടക്കുന്ന ആ മണ്ണിൻ്റെ മേഖലയിൽ നിന്നാണ് സ്വർഗത്തിലേക്കൊരു ഗോവേണി കാണിക്കുന്നത്, സ്വർഗീയം കാണിക്കുന്നത്, തന്നെ സ്വർഗീയം വെളിപ്പെടുത്തും,
അനേക പടികളുണ്ട് സ്വർഗം വരത്തിന്, അനേക പടി. അത് പടിപടിയായിട്ട് കയറുന്നതാണ് ഭൗമിക മേഖലയിൽ നിന്ന് സ്വർഗീയ മേഖലയിലേക്ക് ഒരു യാത്ര. നമ്മുടെ ജീവിതം ഭൗമിക മേഖലയിൽ നിന്ന് പടിപടിയായിട്ട് സ്വർഗീയ മേഖല. ഇവിടെ മുകളിൽ വായിക്കുമ്പോൾ ഒരു ഗോവേണി, ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു ഗോവേണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തി. ക്രിസ്തു അല്ലേ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. അല്ലേ, ആ ഗോവേണി ഇവിടെ ഇറങ്ങി വന്നു, ഭൂമിയിൽ ഇറങ്ങി വന്നു. സ്വർഗീയമായിട്ടൊരു വഴി നമ്മളെ കാണിക്കുക. അപ്പോൾ യാക്കോബിന് ഈ വെളിപ്പാടാ നൽകുന്നത്. യാക്കോബിൻ്റെ ജീവിതം പഠിക്കുകയാണെങ്കിൽ ഈ യാത്ര നല്ലപോലെ നമുക്ക് മനസ്സിലാക്കാം. അല്ലേ, യാക്കോബ് എന്ന പേരിൽ നിന്ന് ഇസ്രായേലാകുന്ന ഒരു യാത്ര, സ്പിരിച്വൽ ജേർണി. ഇറ്റ്സ് എ പവർഫുൾ സ്റ്റഡി. എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ മേഖലകളാണ് അബ്രഹാമിൻ്റെ ജീവിതം, യാത്ര. അല്ലേ, മെസപ്പൊട്ടാമിയ അല്ലെങ്കിൽ ഊരിൽ നിന്ന്, സ്തോത്രം, ഊരിൽ നിന്ന് എങ്ങോട്ടുള്ള യാത്രയാണ്? അൾട്ടിമേറ്റ്. ഊരിൽ നിന്ന് കനാൻ വന്നു. കനാനൊക്കെ തുടക്കമാണ്. കനാനിലൊരു സ്പെസിഫിക് സ്ഥലമുണ്ട്. അബ്രഹാമിൻ്റെ ഹയസ്റ്റ് പോയിൻ്റ് എവിടെ ലൈഫിൽ, ആത്മീയ ജീവിതത്തിൽ? അബ്രഹാം നമുക്ക് തോപ്പ നമുക്കിഷ്ടം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഹയസ്റ്റ് പോയിന്റ് മോറിയ. അവിടാണ് അബ്രഹാം ഉയർപ്പ് കാണുന്നത്. ആ ഉയർപ്പിൻ്റെ മേഖല. അവിടാണ് ഇനി യെരൂശലേം ആലയം പണിയാൻ പോകുന്നത്. സോളമൻ അതിനു മുമ്പൊരു യാഗം ഉണ്ടായിരിക്കണം. ദൈവിക പണി നടക്കുന്നതിന് മുൻപായിട്ട് യഥാർത്ഥ യാഗമുണ്ടായിരിക്കണം, സമർപ്പണം ഉണ്ടായിരിക്കണം. അനേക ഉണർവുകളുടെ പുറകിൽ അതിനുവേണ്ടി ജീവനെ അർപ്പിച്ചതായിട്ടുള്ള ദേവദാസന്മാരുണ്ട്. അവരാരും അറിയുന്നില്ല. ദേ ആർ അൺനോൺ പീപ്പിൾ. അങ്ങനൊരു ശുശ്രൂഷയാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലേ, ദൈവത്തിൻ്റെ ദാസൻ, ഒരു ദേവദാസൻ എഴുതിയിരിക്കുന്നത്, അവരവരുടെ ജീവിതം മുഴുവൻ ടോയിൽ ചെയ്തു. അല്ലേ, ഒരു വലിയ പ്രവർത്തനം, ഒരു വലിയ ഉണർവിന് വേണ്ടി അവരുടെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചു. ആ ഉണർവ് വന്ന് ദൈവം അനേകരെ ഉപയോഗിക്കുന്നു. അവരെല്ലാം പബ്ലിക് ഫിഗേഴ്സാണ്. ബ്രദർ സീമോർ ഒരു പബ്ലിക് ഫിഗർ, അസൂസ. അല്ലേ, എന്നാൽ അതിന് പുറകിൽ പ്രാർത്ഥിച്ച രണ്ടുപേരുണ്ട്, ബാട്ടിൽമാനും പിന്നെ വേറെ ദൈവദാസ്. അവരെ ആരും അറിയുന്നില്ല. ഒരു പട്ടിണി കിടന്ന് ദൈവത്തെ സേവിച്ചവർ. 6 വയസ്സുള്ള കുഞ്ഞ് മാൽ ന്യൂട്രീഷൻ, വേണ്ട ആഹാരം കൊടുക്കാനുള്ള വകയാൽ ഇപ്പോഴും മുട്ടുമേരിക്കുന്ന മനുഷ്യൻ. അപ്പോൾ അങ്ങനെ ചില യാഗമാകുമ്പോൾ അവരുടെ ജീവിതത്തെ കംപ്ലീറ്റായിട്ട് ദൈവത്തിന് വേണ്ടി, അതിനകത്തൊരു സ്വാർത്ഥ താല്പര്യങ്ങളും ഇല്ല. ദേ ആർ അൺനോൺ ഫിഗേഴ്സ്. അവരുടെ ശുശ്രൂഷ തികച്ച് അവർ കടന്നു പോകുന്നു. പിന്നെ ആയിരിക്കും ഈ പറയുന്നതായിട്ട് വലിയൊരു പണി നടക്കുന്നത്. അല്ലേ, ബട്ട് ദേ ആർ ഫോർഗോട്ടൺ ആൻഡ് ഗോൺ. അതാണ് ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത്. ദേ ആർ ഫോർഗോട്ടൺ. അവരെ ആരും അറിയുന്നില്ല. ആരെങ്കിലും അറിഞ്ഞാൽ തന്നെ അവരുടെ ഓർമ്മയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ. ഞാൻ വിശ്വസിക്കുന്നു അവർക്കായിരിക്കും ദൈവ സ്വർഗത്തിലെ ഏറ്റവും വലിയ പ്രതിഫലം. അപ്പോൾ ആലയത്തിൻ്റെ ആദ്യത്തെ ദർശനം നമ്മൾ കാണുമ്പോൾ ദൈവത്തിൻ്റെ ആലയം ഭൗമിക മേഖലയിൽ നിന്ന് നമ്മളെ സ്വർഗീയ മേഖലയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവം ഉപയോഗിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ മന്ദിരമാണ്. അല്ലേ, അപ്പോൾ ഒരാലയം ഇപ്പം നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആലയം ഭൗമിക മേഖലയിലായിരുന്നു. ഭൗമിക മേഖലയിൽ യാക്കോബിനെ പോലെ. എന്നാൽ അതിൽ നിന്ന് ക്രിസ്തുവിലൂടെ സ്വർഗീയന്മാരായിത്തീരുക. അല്ലേ, സ്വർഗീയന്മാരായി തീരുക. ഇതിൻ്റെ പ്രകാശനം നമുക്ക് ലഭിക്കും. ദൈവം സ്വർഗീയമായതിനു വേണ്ടി നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇതിൽ വസിക്കുന്നതല്ല സ്വർഗീയം. ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവത്തിൻ്റെ മനുഷ്യ ആത്മാവും ദൈവത്തിൻ്റെ വാഗ്ദത്തമായി പരിശുദ്ധാത്മാവും വസിക്കുന്നതായിട്ടുള്ള ഹല്ലേലൂയ വിശുദ്ധ മന്ദിരം.
എല്ലാം കൂടെ വരുമ്പോഴാണ് അത് മന്ദിരമാകുന്നത്. ശരീരം മാത്രമായിട്ട് നോക്കരുത്. പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലം. എന്നാൽ ഇതെല്ലാം മിസ്രൈമിൽ കടന്ന മിസ്രൈമില്ല, എല്ലാം മിസ്രൈമ രൂപങ്ങളാണ്. രക്ഷകനായിട്ട് വരുന്ന അവർക്ക് രക്ഷകന്റെ മോശയെ നോക്കിയാലും അവർ പറയുന്ന ഒരു മിസ്രൈം അല്ലേ. ആ പെൺകുട്ടികൾ പറയുന്നു, ഇത്രയും മക്കൾ പറയുന്ന ഒരു മിസ്രൈം അല്ലേ. അതിനെയാണ് ദൈവാനുരൂപികളാക്കേണ്ടത്, സ്വർഗീയന്മാരാക്കേണ്ടത്. നമ്മളെല്ലാം മണ്ണിൽ നിന്നുള്ളവരാണ്. ഇവിടെ ഒറിജിൻ മണ്ണിൽ നിന്നാണ് അല്ലേ. പാപം മുഖേന നമ്മളെല്ലാം ലോകരാജ്യത്തിന് അല്ലെങ്കിൽ ശത്രുവിന് അധീനരായി, ലൗകികന്മാർ. അപ്പോൾ അതിൽ നിന്ന് ക്രിസ്തുവിലൂടെ ആത്മാവിലൂടെ ആ ഗോവേടി പടിപടിയായിട്ട് വളർന്ന് നമ്മളെ സ്വർഗീയമായിട്ടുള്ള തലയാകുന്ന ക്രിസ്തുവിനോട് അപ്പോൾ ആ ഒരു വെളിപ്പാടാണ് ഇവിടെ 28-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണും. എന്നാലും പിന്നെ വളരെയധികം ദൂരം യാത്ര ചെയ്യാനുണ്ട് അല്ലേ. ഇവിടുന്ന് എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? ഹാരാനിലേക്കാണ് ഓടിപ്പോകുന്നത്. അവൻ്റെ വല്യപ്പനെ വിട്ട് കളഞ്ഞ കനാന് വേണ്ടി കളഞ്ഞതായിട്ടുള്ള ദേശത്തേക്കാണ് ഇവൻ ഓടിപ്പോകുന്നത്. അപ്പോൾ തിരിഞ്ഞവനൊരു യാത്രയുണ്ട്, അത് അവൻ്റെ ആത്മീക യാത്ര. ജോസഫ് ജനിച്ചപ്പോഴാണ് അവനെ പ്രകാശനം കിട്ടി. ഇനി എൻ്റെ ഭവനത്തിന് വേണ്ടി ഞാൻ എന്നാണ് കരുതുന്നത്, ലാബാനോട് ചോദിച്ചു. അപ്പോൾ ആ യാത്ര നമ്മൾ പഠിക്കുകയാണ്. അതാണ് ഒരു ആത്മീക യാത്ര. ആ യാത്ര അതായത് ലൂസിലൊന്ന് വരണമെങ്കിൽ, ഒരു യാഗപീഠം പണിയണമെങ്കിൽ ഒരു നീണ്ട യാത്രയാണ്. സമ്മതിക്കത്തില്ല. അനേക വൈതരണികൾ അതിൻ്റെ യാത്രയിലുണ്ട്. സുക്കോത്തിലൊക്കെ വരുമ്പോൾ അത് ഞാൻ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്നാൽ ഒരു സമയം വരുമ്പോൾ അവന് ലൂസിൽ വരുന്നു, ബത്തേലി വരുന്ന യാഗപീഠം പണി അല്ലേ. പിന്നെ നമുക്കറിയാം അവൻ്റെ ഭാര്യ റാഹേൽ മരിക്കുന്നു, ജോസഫിനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോകുന്നു. ആ പോയിന്റിലാണ് അവൻ കംപ്ലീറ്റായിട്ട് ദൈവത്തിനുള്ളവനാകുന്നത്. പിന്നെ അവൻ ആശ്രയങ്ങളൊന്നുമില്ല. അവൻ്റെ ഹൃദയത്തിൽ വിഗ്രഹങ്ങളൊന്നുമില്ല അല്ലേ. അവിടെയാണ് അവൻ കംപ്ലീറ്റായിട്ട് ദൈവത്തിനുള്ളവനായിട്ട് തീരുന്നത്. അപ്പം നമ്മുടെ ജീവിതവും ഇത് തന്നെയാണ്. പലരും ആ മണ്ണിൻ്റെ മേഖലയിൽ കിടന്നുകൊണ്ടാണ് ആത്മീക ജീവിതം എന്ന് പറയുന്നത് അല്ലേ. ജീസസ് അല്ലേ. അവിടെ കയ്യടിയുണ്ട്, പാട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ മണ്ണിൻ്റെ മേഖലയിൽ പറ്റിച്ചേർന്ന് കിടന്നുകൊണ്ട് യാക്കോബിൻ്റെ അവസ്ഥ. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രകാശനം കിട്ടാൻ തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആത്മീക ഗ്രഹമാണ്. കാരണം ഇത് കംപ്ലീറ്റായിട്ട് ദൈവത്തിൻ്റെ ആലയമായി ദൈവത്തിൻ്റെ ആത്മാവ് 100% വസിച്ചുകൊണ്ട് ഇപ്പോൾ വിജയിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ ജീവിതം, യേശു കർത്താവിൻ്റെ ജീവിതം. എന്നാൽ ആ ലക്ഷ്യം മുന്നേ കാണണം നമ്മൾ. ഒറ്റയടിക്കല്ല, അനേക ഫേസുകളിലൂടെയാണ് നമ്മളിവിടെ എത്തിച്ചേരുന്നത്. ഏതായാലും നമുക്കൊരായുസേ ഉള്ളൂ. ഇനി ഇത് റിപ്പീറ്റ് ചെയ്ത് തരത്തില്ല. പക്ഷേ ഈ ആയുസിൽ പ്രാപിക്കേണ്ടത് നമ്മൾ പ്രാപിക്കണം. പിന്നെ നിത്യതയാണ് കിടക്കുന്നത്. പക്ഷെ ഇവിടെ പ്രാപിക്കാം. അപ്പോൾ ഈ ആത്മീയ ഗ്രഹത്തിന് വളരെ ദൈവത്തിന് വലിയ പർപ്പസുകളുണ്ട്. ഓർപ്പിച്ചതുപോലെ ഇതിലുള്ള പ്രാകാരവും നമ്മുടെ ശരീരം, ഇതിലുള്ള അതിവിശുദ്ധ സ്ഥലം നമ്മുടെ ദേഹി അല്ല മനസ്സ്, ഇച്ഛകൾ, നമ്മുടെ വികാരങ്ങൾ, ഇതെല്ലാം ക്ലീൻ ആകേണ്ടതായിട്ടുണ്ട്. ദൈവത്തിലാണ് അകത്തെ മനുഷ്യൻ, ആത്മമനുഷ്യൻ്റെ പൂർണ്ണതയിൽ വളർന്നെത്തേണ്ടത്. അതുകൊണ്ട് ജനിക്കുമ്പോൾ ജനിക്കുന്ന സ്റ്റേജിൽ അല്ലേ, ഒരാൾ സ്നാനപ്പെട്ടു വീണ്ടും ജനിച്ചു എന്ന് പറയുമ്പോൾ ഇതിന് വളരണമെന്നുള്ള അല്ലെങ്കിൽ ഈ ശിശു പൂർണ്ണതയിലാകണമെന്നുള്ള ആത്മീക പരിജ്ഞാനം നമുക്കുണ്ടാകണം.
അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ എവിടെ കിടക്കുകയാണ്? അശിശുത്വത്തിൽ കിടക്കുകയാണ്. അല്ലെ, കൊരിന്ത്യ സഭയുടെ പ്രോബ്ലമാണ്. ഇപ്പോൾ സഭയിൽ പകയും പിണക്കും ഈർഷ്യയും വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് തന്നെ സംഘർഷമാണെങ്കിൽ, ദാറ്റ് മീൻസ് നമുക്ക് ആത്മീക വളർച്ച ഇല്ല. ആത്മീക വളർച്ചയിലൂടെ മാത്രമേ മനസ്സും റെഡിയാകത്തുള്ളൂ. കാരണം ആത്മീക വളർച്ച ഇല്ല എങ്കിൽ, നമ്മുടെ അകത്തെ മനുഷ്യൻ വളരുന്നില്ല എങ്കിൽ, നമുക്ക് നൽകിയിരുന്ന പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു കണക്ഷൻസ് നമുക്ക് കിട്ടുക. ഒരു ശിശുവിനോട് നമ്മൾ എത്ര ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ ശിശുവിന് മനസ്സിലാകും, ചിരിച്ച് കാണിച്ച്. പക്ഷെ നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ നോക്കത്തില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആത്മമനുഷ്യൻ വളരുന്നില്ല എങ്കിൽ, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അറിയിക്കും, നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുക. നമ്മൾ വി ആർ സ്റ്റിൽ ഇറ്റ് ദാറ്റ് ഇൻഫൻസി സ്റ്റേജ്. അതുകൊണ്ടാണ് അകത്തെ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയറാണ്. മനുഷ്യാത്മാവും പരിശുദ്ധാത്മാവും വളരെ ക്ലിയറാണ്. അപ്പോൾ കർത്താവിൻ്റെ ജീവിതം അതായിരുന്നു. ആത്മാവിനെ അനുസരിച്ചുള്ള ജീവിതം. ആത്മാവ് എങ്ങോട്ട് നടത്തുന്ന കർത്താവിനെ അറിയാമോ? ശിഷ്യന്മാരുടെ ജീവിതം, അപ്പോസ്തലന്മാരുടെ ജീവിതം അത് തന്നെ. എന്ത് സംസാരിക്കണം, എങ്ങനെ, ഇതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് നിങ്ങളിൽ വസിക്കുന്ന പിതാവിൻ്റെ ആത്മാവ്, അങ്ങനെയാണ് കർത്താവ് മത്തായി സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. അത് സെയിം സംഭവിക്കുന്നു. അല്ലേ, ഇവർ ന്യായാധിപന്മാർ അല്ലെങ്കിൽ ഇതിൻ്റെ തലവന്മാർ വന്നവരോട് ചോദിക്കും, നിങ്ങൾ ഏത് ശക്തി കൊണ്ടാണ്, ഏത് അധികാരം കൊണ്ടാണ് ഇത്, ഏത് നാമത്തിലാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് മറുപടി. അപ്പോഴത് പരിശുദ്ധാത്മാവിൻ്റെ ബുദ്ധിയിലോ സ്ട്രാറ്റജിയിലോ ഉള്ള ഒരു സംഭവമല്ല. അല്ലേ, അത് ഇൻസ്റ്റൻ്റ്ലി ദൈവത്തിന് ആത്മാവിൻ്റെ ഒരു ആത്മാവ് തൻ്റെ നാവിലൂടെ സംസാരിക്കണം. സ്പോണ്ടേനിയസ് എന്നൊരു വാക്കുണ്ട്. പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആത്മാവിൽ സ്പോണ്ടേനിയസ് ആണ് നടക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു നിമിഷം, ആ ഒരു സമയമായിരിക്കും പെട്ടെന്ന് ആത്മാവിൻ്റെ പ്രവർത്തനം. എന്നാൽ കാത്തിരിക്കുകയാണ്. നമ്മളവർക്ക് ഇപ്പം കിട്ടും, പക്ഷെ അന്നേരമൊന്നും കിട്ടുകയില്ല. നമ്മൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ സ്പോണ്ടേനിയസ്ലി ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുകയാണ്. അനേകം ആത്മസ്ഥാനം പ്രാപിക്കുന്ന അതിൻ്റെ ഒരു സ്പോണ്ടേനിയസ്ലിയാണ് സംഭവിക്കുന്നത്. പല ദിവസം കാത്തിരുന്ന് കിട്ടുന്നില്ല, എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള സമയത്ത് സംഭവിക്കുന്നു. ആത്മാവുള്ളവൻ നമുക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരണം. എന്തിനാണ് ഈ ആലയം? അല്ലേ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി എങ്ങനെയാണ് ഈ ആലയത്തിൽ, ആ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? അല്ലേ, അത് നമുക്ക് ലഭിക്കാത്തിടത്തോളം കാലം നമ്മുടെ പഴയ മനുഷ്യൻ തന്നെ ആയിരിക്കും നമ്മെ കൺട്രോൾ ചെയ്യുക. അല്ലെങ്കിൽ അതിലൂടെയാണ് അവനെല്ലാം അറിയാം. ഞാൻ ഓർപ്പിച്ചതുപോലെ പഴയ മനുഷ്യനെല്ലാം പാട്ട് പാടാൻ അറിയാം, പ്രാർത്ഥിക്കാൻ അറിയാം, പ്രസംഗിക്കാൻ അറിയാം, ഓർഗനൈസ് ചെയ്യാൻ അറിയാം, നല്ല മനോഹരമായിട്ട് ചെയ്യും. പക്ഷെ അത് ആത്മീക ശുശ്രൂഷയായിട്ട് വെളിപ്പെടുക. ആത്മീക ഗ്രഹത്തിൽ പരിശുദ്ധാത്മാവ് വസിച്ചുകൊണ്ട് ആത്മീക യാഗം കഴിക്കുവാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമായിട്ട് നമ്മൾ വളർന്നെങ്കിൽ മാത്രമേ ആത്മീകമായിട്ടുള്ള ശുശ്രൂഷകൾ നമ്മളിലൂടെ പുറത്തു വരിക. വളരെ ഗൗരവവും ഗഹനമായിട്ടുള്ള വിഷയം, വളരെ പ്രാക്ടിക്കൽ. ഇത് പ്രാപിക്കേണ്ടത്. ഇത് കൂടാതെ നമുക്ക് ട്രൂലി ഒരു ആത്മീകമായിട്ടുള്ള ജീവിതം, ആത്മീയ ശുശ്രൂഷയോ, ഇവിടെ നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, മണ്ണ്, സ്വർഗീയം, ഗോവേണി, ഇതെല്ലാം കണ്ടു. അല്ലേ, ഇവിടെ വേറൊരു സംഭവം കൂടെ 22. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവുമാകും. മുകളിൽ 18. യാക്കോബ് അധികാലത്ത് എഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു. അത് കൈൻഡ് ഓഫ് പാനീയാകം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ സമയത്തും അതിന് ഈ ഒരു ആത്മീക മർമ്മം അവർക്കറിയാമായി. യാക്കോബ് നമ്മൾ ഒരു സ്ഥാനത്തെ ഇവിടെ കാണുന്നുള്ളൂ. അത് പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നതായിട്ടുള്ള അറ്റ്ലീസ്റ്റ് ഒരു സൈനാണ്. ആ സമയത്ത് യാക്കോബ് പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെട്ടോ? ഇല്ല. അവനൊരു ജഡമനുഷ്യനാണ്, ഉപായി. പക്ഷെ അവനിൽ ഒരു ചെറിയ വെളിപ്പാട്, ഒരു പ്രകാശനം ദൈവം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് അദ്ദേഹം ചെയ്യുന്നത്.
അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ സമർപ്പണത്തിൽ നിന്നാണ് ഒരാത്മീക യാത്ര താൻ ആരംഭിക്കുന്നത്. യാക്കോബിൻ്റെ ആത്മീക യാത്ര ഇവിടെയാണ് തുടങ്ങുന്നത്. വല്യപ്പനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലേ? അബ്രഹാം തന്നെ ഇസാക്കിനോടും യാക്കോബിനോടും കൂടിയിരുന്ന് കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനമുള്ള പട്ടണത്തിനായിട്ട് കാത്തിരുന്നു. ഇവിടെ തന്നെ പറയുന്നത്, എനിക്ക് ദശാംശം തരുമെന്ന് പറയുമ്പോൾ ഒരുപാട് നിയമങ്ങൾ ഇദ്ദേഹത്തിന് അറിയാം. വല്യപ്പൻ്റെ കൂടെ ഒക്കെ ഇരുന്ന് അല്ലേ? ആദ്യം ടൈത്ത് കൊടുക്കുന്ന ആരാ? അബ്രഹാം. അപ്പോൾ അതൊക്കെ അറിയാം, ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ കല്ല് നാട്ടി എണ്ണയൊക്കെ ഒഴിക്കണം എന്നുള്ളത് ഇദ്ദേഹത്തിന് അറിയാം, സമർപ്പണം അല്ലേ? എന്നാൽ ഇവൻ ജഡ മനുഷ്യൻ, ഇദ്ദേഹം ഒരു ജഡ മനുഷ്യൻ. വല്ല ബന്ധവുമുണ്ടോ ദൈവികമായിട്ട്? എന്നാൽ ദൈവം ഒരു പ്രകാശനം കൊടുക്കുകയാണ്. ഓർത്തോണം, ആലയത്തിൻ്റെ ഒരു പ്രകാശനമാണ് യാക്കോബ് നൽകുന്നത്. ആലയം, ദൈവാലയം, ഹൗസ് ഓഫ് ഗോഡ് എന്നാണെന്ന് ഇംഗ്ലീഷിൽ. ആലയം. എന്നിട്ട് കൊടുക്കുന്നത് നമുക്കറിയാം, അവിടെ ഒരു കല്ലുണ്ട്. കല്ല് തലയണയായി വെക്കുമ്പോഴാണ് ഈ പ്രകാശനം അല്ലേ? ക്രിസ്തുവാന്നൊരു കല്ലിനെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ തൂണുകളായി എണ്ണിയിരുന്ന, അല്ലെങ്കിൽ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ദൈവത്തിൻ്റെ നിവാസമായിരിക്കുന്ന ദൈവത്തിൻ്റെ ആലയം സഭയാകുന്ന ആലയം. അവിടെയും തൂണെന്നൊരു വാക്കുണ്ട്. വെളിപാട് പുസ്തകത്തിൽ നമ്മളെ തൂണ് കാണും. സഭയുടെ തൂണെന്ന് പറഞ്ഞാൽ പില്ലർ അല്ലേ? എല്ലാവരും പോയാൽ ഇപ്പോൾ ഇതെല്ലാം വിളക്കിയാലും എന്തോ ഉണ്ട് ഇവിടെ? പില്ലർ. കൊട്ടും കാറ്റടിച്ച് റൂഫും ഇത്, പക്ഷെ നമ്മൾ അവർ ചെന്ന് നോക്കുമ്പോൾ എന്തോ ഉണ്ട്? പില്ലർ. ഒരുപാട് ഉപദേശങ്ങൾ ആഞ്ഞടിക്കാം, പക്ഷെ പില്ലേഴ്സ് അവിടെ കാണും. പില്ലേഴ്സ് അവിടെ കാണും. ഇതാണ് യാക്കോബും കേഫാവും അവരെ പറ്റി പറയുമ്പോൾ സഭയുടെ ദൈവസഭയുടെ തൂണുകളെന്നാണ് എഴുതി. അവർക്ക് മാറാനൊക്കത്തില്ല, എത്ര ഉപദേശം വന്നാൽ. അങ്ങനെയുള്ളവരെയാണ് ദൈവസഭയ്ക്ക് ആവശ്യം. അല്ല ഓരോ ഉപദേശത്താൽ, ഓരോ കാറ്റിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുന്ന ഒരു കൂട്ടത്തെ അല്ല ദൈവത്തിന് വേണ്ടി. നമുക്ക് പുറപ്പാട് പുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ 25-ന് മുൻപായിട്ട് പർവ്വതത്തിലേക്ക് മോശ കയറിപ്പോകുന്നതിന് വലിയൊരു പ്രിപ്പറേഷനുണ്ട്. 24-ന്റെ 13-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ മോശയും അവൻ്റെ ശുശ്രൂഷക്കാരനായ യോശുവ എഴുന്നേറ്റു മോശ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ കയറി. 15, അങ്ങനെ മോശ പർവ്വതത്തിൽ കയറിപ്പോയി, ഒരു മേഘം പർവ്വതത്തെ മൂടി. പർവ്വതം നമുക്കറിയാതെ എല്ലാവർക്കും കാണാവുന്ന, ഇസ്രായേൽ മക്കളുടെ ക്യാമ്പിൽ നിന്ന് മുകളോട്ട് നോക്കുകയാണെങ്കിൽ പർവ്വതം എല്ലാവർക്കും കാണും. അപ്പോൾ അതൊരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു മേഖല, ദൃശ്യമായിട്ടുള്ള മേഖല. എന്നാൽ ഇതിപ്പോൾ ദൈവത്തിൻ്റെ പർവ്വതമാകാൻ പോകുക. ഈ പർവ്വതത്തിൽ മോശ നേരത്തെ വന്നിട്ടുണ്ട് ആടിനെയും കൊണ്ട് അല്ലേ? അത് പർവ്വതത്തിൻ്റെ ഫ്രണ്ട് സൈഡില്ല, ദി അതർ സൈഡ് ഓഫ് ദ മൗണ്ടൻ ഇംഗ്ലീഷിൽ. അതൊരു അദൃശ്യ മേഖല. എല്ലാവർക്കും സ്റ്റേജിൽ ദൃശ്യമായിട്ടുള്ള മേഖലയാണ് എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്നത് അല്ലേ? പിക്ചറിട്ടാലും സ്റ്റേജിൽ കയറിയാലും നമ്മെ എല്ലാവരും കാണും. അവർക്ക് ദൈവിക വെളിപ്പാടുകൾ ഉണ്ടാകുകയില്ല. ആരും കാണാത്തൊരു മേഖലയിൽ ചെല്ലും, അദൃശ്യമാണ് മേഖലയിൽ ചെല്ലുമ്പോഴാണ് വാസ്തവമാണ് ദൈവിക വെളിപ്പാടുകൾ ഒരുവന് ലഭിക്കാൻ. ദി അതർ സൈഡ് ഓഫ് ദം. അത് വളരെ ദൈവ സാന്നിധ്യം എന്നൊക്കെ പറയുമ്പോൾ വളരെ അത് സ്വാഭാവികമേ അല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നുമല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം. അല്ലേ, മോശയുടെ ഉള്ളിൽ എന്തായിരുന്നു 40 വർഷം എനിക്കറിഞ്ഞുകൂടാ. താൻ കാത്തിരിക്കുക ഡെഫിനറ്റ്ലി. അങ്ങനെ കാത്തിരിപ്പില്ലായിരുന്നെങ്കിൽ മോശയ്ക്ക് ഒത്തിരി ആടിനെ കണ്ടേ അല്ലേ? അമ്മായിപ്പനുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പൊക്കെ ആദ്യത്തെ 1-2 കൊല്ലം കൊണ്ടൊക്കെ തീർന്നേനെ. കാരണം പുള്ളി ഒരു സെപ്പറേറ്റ് ബിസിനസ് തുടങ്ങി. 40 വർഷം കൊണ്ട് ഒരു വടി പോലും സ്വന്തമില്ലാത്ത മോശയ്ക്ക് കാത്തിരിക്കുക അവൻ്റെ സമയത്തിന് വേണ്ടി. 40 years.
40 വർഷം മറ്റായിരുന്നു മിസ്രൈമിൽ. അപ്പോൾ ദിവ്യ ദർശനം വരുമ്പോൾ പെട്ടെന്ന് മോശയോട് പറയുന്നത് നിൽക്കുന്ന ഭൂമി കാലിന് ചെരുപ്പെറിയുക അല്ലേ. അത് ഒരു മുൾപ്പടർപ്പിലാണ് ദൈവം അവന് പ്രത്യക്ഷമാണ്. തീയിൽ മുൾപ്പടം. അത് പലപ്പോഴും ഞാൻ ക്രൂശാണെന്ന് ചിന്തിക്കാറുണ്ട്. അവൻ്റെ തലയിൽ ഒരു മുള്ളുകൊണ്ടുള്ള ഒരു മുടി. നല്ല ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വേറൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കും. എനിവേ അതുകൊണ്ട് നമുക്ക് തിയോളജി ഒന്നും ഉണ്ടാക്കണ്ട. എന്നാൽ അത് വളരെ അൺയൂഷ്വൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യന് ചിന്തിക്കുവാൻ കഴിയാത്ത അളവിലാണ് ദൈവം ആ സമയത്ത് മോശയ്ക്ക് പ്രത്യക്ഷനാണ്. സ്പോണ്ടേനിയസ് അല്ലേ. താൻ ആ സമയത്ത് പ്രതീക്ഷിച്ചായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം നടക്കുമെന്നും പറഞ്ഞ് അല്ല, അപ്രതീക്ഷിതമായിട്ട് കാത്തിരിക്കുന്ന ഒരുവന് കാത്തിരിപ്പ് അത്യാവശ്യം. നമ്മുടെ ടൈമിലല്ല, ദൈവത്തിൻ്റെ ടൈമിൽ. നമ്മുടെ എല്ലാം പ്രോബ്ലമാണ് നമുക്കിത് പ്രാപിക്കാൻ കഴിയാതെ. നമ്മളെല്ലാം ടൈമിങ് ഇട്ടിട്ടുണ്ട് അല്ലേ. നമ്മുടെ ടൈമിൽ ഫങ്ഷൻ ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുക. 2 മണിക്കൂർ അല്ലേ. അപ്പോൾ നമ്മുടെ ടൈമിൽ അല്ല ദൈവം പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും. അപ്പോൾ ശൗല് എന്നോട് പറഞ്ഞു ഞാൻ വരും, 7 ദിവസം കൊണ്ട് വരും. ആ സമയത്ത് ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു ആ സമയത്താണ് നമുക്ക് യാഗം കഴിക്കണം. പക്ഷേ പറഞ്ഞ ടൈമിൽ ആരെത്തിയില്ല. ശമൂവേൽ നമ്മൾ പറയുന്ന ടൈമിലല്ല ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. അപ്പം ശൗല് വളരെ ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. പെട്ടെന്ന് അവൻ തന്നെ യാഗം കഴിച്ചു അല്ലേ. നമുക്കറിയാം അവൻ്റെ പരാജയം തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ദൈവവിളിയുണ്ട്, നമ്മൾ കാത്തിരിക്കുകയാണ്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ടൈം വരെ നമ്മൾ കാത്തിരിക്കണം. അതിന് മുമ്പ് നമ്മൾ എടുത്തിയാടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് പരാജയമുണ്ട്. അല്ലേ. ഇപ്പം നിങ്ങളിത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പ്രായോഗികത ഉൾക്കൊള്ളാൻ പ്രയാസം. നിങ്ങൾക്ക് കുറച്ച് ആശയങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മളിതെല്ലാം കേട്ടിട്ട് നമ്മൾ കാത്തിരിക്കാതെ, അല്ലെങ്കിൽ വേണ്ടവണ്ണം കാത്തിരിക്കാതെ നമ്മുടെ ഊണിൽ തീ കത്തിച്ചെന്നിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇരുത്തി ചിന്തിക്കണം, കർത്താവേ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങളെ ആവശ്യമുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പം അവിടെ പറയുന്നുണ്ട് ഈ പർവ്വതത്തിൽ നിങ്ങൾ വന്ന് എന്നെ ആരാധിക്കും എന്നുള്ളത്. ഈ ജനത്തെ ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യം ദൈവത്തിൻ്റെ ദാസൻ ആ പർവ്വതത്തിൽ ചെന്നിരിക്കണം. അവിടെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിരിക്കണം. ഇപ്പം മോശം മിസ്രൈമിൽ തന്നെ ആയിരുന്നുവെങ്കിൽ മിസ്രൈമിൽ നിന്ന് ആ ജനത്തെ ഇക്കരയ്ക്ക് കൊണ്ടുവരാൻ ഒക്കത്തില്ല. അപ്പോൾ നമ്മൾ സഭയെല്ലാം കൂടെ ആകട്ടെ എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനകൾ ശരി, നമ്മുടെ ദൈവപ്രവൃത്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ സഭയിലെല്ലാവരും കൂട്ടിക്കൊണ്ടല്ല. ചില മേഖലയിൽ വിശ്വാസം നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരാളായിരിക്കും അതിനെ കലക്കുന്നത്. 25-ാമത്തെ അധ്യായം അല്ലേ. അപ്പോൾ ദൈവദാസൻ അവിടെ ചെന്നിരിക്കണം അതിമോശം, എങ്കിൽ മാത്രമേ ജനങ്ങളെ അവിടെ കൊണ്ടുവരുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ദൈവദാസന്മാരുടെ ആത്മീക നിലവാരം എവിടം വരണ മാക്സിമം അവിടം വരെ കൊണ്ടുവരാനേ, ദൈവജനങ്ങളെ അവിടം വരെ കൊണ്ടുവരാനേ കഴിയും. ഇപ്പോൾ ചെങ്കടൽ കടന്ന് മിരിയാമും കൂട്ടും തപ്പെടുത്ത് പാടുന്നൊരു മേഖലയുണ്ട് അല്ലേ. അപ്പം മോശ പർവ്വതത്തിൽ പോയിരുന്നില്ലെങ്കിൽ മോശയോർക്ക് ഇവിടെ ആയിരിക്കും ആരാധന. ബെസ്റ്റ് പാട്ടാണ്, മ്യൂസിക്കാണ്. അത് നല്ല പാട്ടുകാരിയായിരിക്കും മിരി ഇങ്ങനെ തപ്പെടുത്ത് പാടുന്നത് എനിക്കിങ്ങനെ കാണാം. ഹല്ലേലൂയ.
മറ്റുള്ളവരെല്ലാം കൂടെ സഹോദരിമാർ എല്ലാം നൃത്തം ചെയ്ത് പാടുന്നത് എനിക്ക് കാണാം. അപ്പോൾ മോശ ഇതിന് മുൻപായിട്ട് ഹോരേബിൽ ദൈവദർശനം കിട്ടിയില്ലായിരുന്നെങ്കിൽ മോശ പറയും നമുക്ക് ഇവിടെ എല്ലാം ടെൻ്റ് ഉണ്ടാക്കാം, സ്തോത്രം, ഇവിടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പക്ഷെ അതല്ല ദൈവത്തെ ആരാധിക്കുന്ന മേഖല. നിങ്ങൾ ഈ പർവ്വതത്തിക്കൽ വന്ന് എന്നെ ആരാധിക്കുമെന്നുള്ളതിൻ്റെ തെളിവ് 3-ാമത്തെ അധ്യായത്തിലുണ്ട്. മോശയ്ക്ക് ഉറപ്പാണ് ഇവിടെ അല്ല ആരാധന. ഈ കാണുന്ന പാട്ടും തപ്പുമല്ല ആരാധന. ഹോരേബിൽ ചെല്ലണം, അവിടെ ചെന്ന് ഇത് അറിയത്തുള്ളൂ. മോശയ്ക്ക് അറിഞ്ഞുകൂടാ ആ സമയത്ത് എന്താണ് ആരാധന എന്താണെന്നുള്ള മോശയ്ക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഒരു കാര്യം അറിയാമോ, ആരാധന നടക്കണമെങ്കിൽ ഇവിടെ ചെല്ലണം, ഹോരേബിൽ ചെല്ലണം. അമാലേക്കും വിടത്തില്ല. അമാലേക്കും ലോകശക്തിയാണ് അല്ലേ. അവരെ വിടാതിരിക്കുവാനാണ് അമാലേക്ക് ശക്തി വരുന്നത്. എന്നാൽ അതിനെ ജയിച്ചേ ഒക്കത്തുള്ളൂ. അവിടെ ഒരു മോശയും ഒരു അഹരോനും ഹൂരും ഉണ്ടേലേ ഒക്കത്തുള്ളൂ. ഒരു യോശുവയും ഉണ്ടേലേ ഒക്കത്തുള്ളൂ. യോശുവ വിളിക്കുമ്പോൾ യുദ്ധസന്നദ്ധരായിട്ടുള്ളൊരു കൂട്ടം ഉണ്ടല്ലേ അല്ലേ. നമ്മുടെ യുദ്ധം പ്രാർത്ഥന അല്ലേ. മോശയുടെ കൈ ഉയർന്നിരിക്കണം അല്ലേ. മോശ എത്ര നേരം കൈ ഉയർത്തിയിരിക്കുന്നു. നമ്മൾ ശുശ്രൂഷ ക്ഷണിക്കും ഒരാളെ ഉള്ളെങ്കിൽ. എൻ്റെ അനുഭവം, നമ്മളെ സഹായികളായിട്ട് ആരുമില്ല എങ്കിൽ ഒരു പരിധി വരെ നമ്മൾ നിൽക്കാൻ സഹോദരൻ അല്ലേ. അപ്പോൾ ദൈവസ്ഥല അഹരോനും ഹൂരും ഉണ്ടായിരിക്കണം. അവർ ചോദ്യം ചോദിക്കുന്നവരല്ല. മോശ കൈ ഉയർന്നല്ലേ യുദ്ധം ജയിക്കത്തുള്ളൂ. ഒത്തിരി ആർക്കും എന്താ ഫുളിഷ്നെസ്സാണ്. കൈ ഉയർന്നില്ല യുദ്ധം ജയിക്കത്തുള്ളൂ. യോശുവയും കൂട്ടരും പോയിട്ടില്ലേ, നല്ല മിടുമിടുക്കന്മാരല്ലേ. ഒരു ചോദ്യമില്ല. എന്നാൽ മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ സൈന്യം ചെയ്യും. അപ്പോൾ ദർശനമുള്ള ദൈവത്തിൻ്റെ ദാസന്മാരുണ്ടായിരിക്കണം. ആ ദർശനത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ചിലരെങ്കിലും ഉണ്ടായിരിക്കും. അവിടെ പുരുഷാരമല്ല മോശയുടെ കൈ ഉയർത്തുന്നത്. ദിസ് ഇസ് അവർ പ്രോബ്ലം. നമ്മൾ ഓർക്കുമ്പോൾ ഒരുപാട് ആളുണ്ടെങ്കിൽ ഈ പരിപാടി നാട്ടിൽ എല്ലാം കൂടെ ഒന്നിച്ചൊരു പാട്ടൊക്കെ പാടി അത് വെറുതെ ഒരു ബഹളമാണ്. വെറുതെ ഒരു ബഹളമാണ്. ഇവരൊരു സീക്രട്ട് പ്ലേസിലേക്കാണ് പോകുന്നത്. ആർക്കും കയറി ചെല്ലാൻ വയ്യാത്തൊരു മേഖലയിലേക്കാണ് മോശ അഹരോനും ഹൂരും പോകും. അതാണ് അതിൻ്റെ മാസ്റ്റർ, അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോൾ റൂം. മുന്നിൽ യുദ്ധം ചെയ്യുമ്പോൾ ഇതിൻ്റെ കൺട്രോൾ റൂം ദൈവമായിട്ടുള്ള ബന്ധത്തിലിരിക്കുന്ന ചിലരുണ്ടായിരിക്കും. നമ്മളിവിടെ ഫോർ ഫ്രണ്ടിൽ വരുമ്പോൾ ഇതിൻ്റെ പുറകിലൊരു പവർ ഹൗസ് ഉണ്ടായിരിക്കും. അത് ദൈവമായിട്ട് ബന്ധപ്പെടുന്ന ചിലർ, അവർക്ക് അറിയാം. ദൈവം അല്ല, നമ്മൾ കുറേ കാട്ടിക്കൂട്ടിയായിരുന്നു യുദ്ധം ജയിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദാസന്മാർ പ്രധാനമായിട്ട് പ്രാർത്ഥിക്കുന്നത് കൂടെ നിൽക്കുവാനായിട്ട്. അത് അനുകൂലമായാലും പ്രതികൂലമായാലും അല്ലേ. അതാണ് യേശു കർത്താവിൻ്റെ ശുശ്രൂഷയെ നമ്മൾ കാണുന്നത്. പുരുഷാരം മുഴുവൻ പോയി, ആദ്യത്തെ ബാച്ച് കംപ്ലീറ്റ് പോയി. പിന്നെ ശിഷ്യന്മാരുടെ ഒരു കൂട്ടവും പോയി. രണ്ടാമത്തെ ലെയറിലുള്ള ശിഷ്യന്മാരായിരിക്കും, 12 പേരല്ല. എന്നിട്ട് യേശു കർത്താവ് പറയുന്ന അവർ നിങ്ങൾക്കും മനസ്സുണ്ടെങ്കിൽ പോകാം. ആ സമയത്ത് പോകാൻ നിൽക്കുന്ന ഒരു കൂട്ടത്തിനെയാണ് കർത്താവിന് വേണ്ടത്. കർത്താവ് സാക്ഷ്യം പറയുന്നു, നിങ്ങൾ എൻ്റെ പരീക്ഷകളിൽ എന്നോട് കൂടെ നിന്നവർ. ലൂക്കോസിൻ്റെ സുവിശേഷം. കാര്യം ഓർത്തോണം, ഒരു മോശയുടെ കൂടെ ഫെയ്ത്ത്ഫുള്ളായിട്ട് വിശ്വസ്തനായിട്ട് യോശുവ നിൽക്കുകയാണെങ്കിൽ ഹയർ ലെവലിലുള്ള ശുശ്രൂഷ ആ വിശ്വസ്തന്മാർക്ക് ദൈവം കൊടുക്കുന്നുണ്ട്. അതൊരു പ്രിൻസിപ്പിളാണ്. 40 കൊല്ലം മോശയുടെ കൂടെ നടക്കുന്ന ഒരുവനാണ് യോശുവ. മോശയെ കല്ലെറിയാൻ നോക്കുമ്പോൾ കൂട്ടത്തിൽ ആരുണ്ട്? എറിഞ്ഞാൽ ഏറുകൊള്ളാൻ റെഡിയായിരിക്കും. എന്നല്ല ഇന്ന് നമ്മൾ കാണുന്നത് അവിടുന്ന് ചെറിയ കാറ്റടിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ആത്മീക ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഈസിയല്ല. സഹോദരങ്ങൾ കൊട്ടും പാട്ടും ബഹളവും ഈ ആൾക്കൂട്ടമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട്.
അപ്പോൾ ചില നിർണായക മേഖലകൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടെന്നിരിക്കും, നമ്മൾ ഏകരായിരിക്കും. ഞാൻ ആത്മീയ ശുശ്രൂഷ മേഖലകളാവാം, നമ്മൾ ക്ഷണിക്കാൻ ദൈവം നമ്മൾ പഠിപ്പിക്കുക. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉയർപ്പിൻ്റെ മേഖല ഉണ്ട്. ഗത്സമന കഴിഞ്ഞാൽ ഗത്സമന തീരുന്നില്ല, ഗത്സമന തുടക്കമാണ്. അത് ഗത്സമനയാണ് ഉയർപ്പിലേക്ക് നമ്മളെ ക്രൂശിലേക്ക് കൊണ്ടുവന്ന്, ക്രൂശിൽ നിന്നാണ് ഉയർപ്പ്. അതിൻ്റെ റോഡ് മാപ്പ് ഓർത്തോണം. ഇത് ഗലീലയിൽ നിന്ന് അപ്പം നിന്നുകൊണ്ടിരിക്കുകയാണ്, ഗലീലയിൽ നിന്ന് ക്രൂശി വരണം, യെരുശലേമിൽ വരണം. അവിടെ നിന്നേയും പഴി ദൂഷിയെല്ലാം ഉണ്ട്. എന്നിട്ട് അവിടെ നിന്ന് യെരുശലേമിൽ നിന്ന് നമുക്കറിയാം ഗത്സമനിലേക്ക് വരുന്നൊരു വരവുണ്ട്. ഇച്ചിരി കട്ടിയാണ്, വളരെ പ്രയാസം. താമന് തന്നെ കൂടിരുന്ന് പ്രാർത്ഥിക്കാൻ കുറച്ച് വരെ വേണം, ഒരു നാഴിക നേരം. പരീക്ഷയിൽ അകപ്പെടാതിരുന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറയും. അത് വളരെ വളരെ പ്രയാസമുള്ളൊരു മേഖലയാണ്. പ്രാർത്ഥിക്കാൻ ഒക്കുകയില്ല, പ്രാർത്ഥിക്കാൻ നമ്മുടെ കൂടെ ആരും കാണുകയില്ല. വന്നാൽ തന്നെ അവർ ആത്മാവ് ഒരുക്കമുള്ളതാണെങ്കിൽ ജഡം ബലമായി, ഉറക്കം തൂങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ ബലമില്ല, ആത്മാവ് ബലമില്ല. എന്നാൽ അതിനപ്പുറത്തായിട്ട് ഉയർപ്പുണ്ട്. ക്രൂശിലോട് ഉയർപ്പും ഉണ്ട്. മോശ ഇവിടെ പർവ്വതത്തിൽ അല്ലേ, ഞാൻ സിനായ് എന്നുള്ള ഹോരേബ് പർവ്വതം, ഒരു മേഘം പർവ്വതത്തെ മൂടി. യഹോവയുടെ തേജസ്സും സിനായ് പർവ്വതത്തിൽ ആവസിച്ചു. മേഘമ തേജസ്, ഈ രണ്ട് വാക്കോർത്തോണം. മേഘം എന്ന് പറയുമ്പോൾ വളരെ ആത്മീകമായിട്ട് ഈ നാളുകളിൽ തുടങ്ങിയതേ ഉള്ളൂ, ഒരു പ്രചോദനം നൽകുന്ന ഒരു സബ്ജക്റ്റാണ് തേജസ് അല്ലേ. മേഘം പുറമെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ക്ലൗഡിൻ്റെ കീഴിലായിരിക്കണം. അതാണ് നമ്മളൊരു ക്ലൗഡിൻ്റെ, നമ്മുടെ യാത്രയിൽ എവിടെ ആയാലും, ഇപ്പം ഞാനൊരു ക്ലൗഡിൻ്റെ കീഴിലായിരിക്കണം ശുശ്രൂഷ ചെയ്യും എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം. അതുപോലെ ദൈവ തേജസ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. ആലയം തന്നെ സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ സമാഗമന കൂടാരം അതിൻ്റെ പണി അതിൻ്റെ പൂർണ്ണതയിലാകുമ്പോൾ പെട്ടെന്ന് അത് മേഘം കൊണ്ട് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി അതിൻ്റെ ഉള്ളിൽ നിറച്ചു. ആലയം മേഘം കൊണ്ട് മൂടിക്കവറി, ദൈവസാന്നിധ്യം. ഇവിടെ ഈ പർവ്വതം മേഘം കൊണ്ട് മൂടി, യഹോവയുടെ തേജസ് സീനായി പർവ്വതത്തിൽ ആവസിച്ചു. വാക്ക് ഓർത്തോണം. മേഘം 6 ദിവസം അതിനെ മൂടിയിരുന്നു. അവന് 7-ാം ദിവസം മേഘത്തിൻ്റെ നടുവിൽ നിന്ന് മോശം വിളിച്ചു. അപ്പോൾ എത്ര ദിവസം ആ മേഘത്തിൻ്റെ കീഴിലിരുന്നു? 6 ദിവസം. തനിക്ക് അറിഞ്ഞുകൂടെ എന്തോ ഇനി ചെയ്യേണ്ടത്? യഹോവ എന്തെങ്കിലും വിളിക്കുന്നില്ല, പക്ഷെ കാത്തിരിക്കുന്നവർ ശക്തിയെ ദൈവസാന്നിധ്യത്തിൽ കാത്തിരിക്കും. നമുക്കൊരു ഡിമാൻഡുമില്ല. അതായത് നമ്മളെ ഉപവസിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ഡിമാൻഡുമായിട്ടാണ് ദൈവസാന്നിധ്യം ചെല്ലുന്നത്. റൈറ്റ്? അതൊക്കെ വളരെ ഷോർട്ട് സൈറ്റഡായിട്ടുള്ള അനുഭവങ്ങൾ, അവസ്ഥകൾ. ഇവിടെ മോശയ്ക്ക് സ്വയമായിട്ട് ചെയ്യാനോ എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ അല്ലേ. ഇപ്പം ഞാൻ ആ മേഖലയിലാണ് വന്നിരിക്കുന്നത്. ആരും ദൈവം ഒരു ദർശനം നൽകുന്നു, പക്ഷേ ഇത് എങ്ങനെയാണ് പ്രകാരമാണ് ആരും. മോശ ഈ 6 ദിവസം ഇവിടെ ഇരിക്കുമ്പോൾ തനിക്ക് ഒരു തനിക്ക് എന്തെങ്കിലും പ്ലാനുണ്ടെന്ന് തനിക്ക് അറിഞ്ഞുകൂടാ. എന്തിനാണ് വിളിച്ചിരിക്കുന്നത് തനിക്ക് അറിഞ്ഞുകൂടാ. ഇതിന് മുമ്പിൽ പോയി നമുക്കറിയാം 23 വരെയുള്ള അധ്യായങ്ങൾ അവിടെ അറിയാം. അവിടെ പ്രമാണങ്ങൾ ഒരുപാട് സംഗതികൾ കിട്ടുന്നുണ്ട് അല്ലേ. എന്നാൽ ഈ സമയത്ത് എനിക്ക് അറിഞ്ഞുകൂടാ. 6 ദിവസം മോശയുടെ കുത്തിയിരിക്കുക. നമുക്കാണെങ്കിൽ പ്രാർത്ഥിക്കാൻ ഒരാഴ്ച പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളുണ്ട് അല്ലേ, ഒരുപാട് വിഷയം നമ്മുടെ. അപ്പോൾ ദൈവം ഒരു എംപ്റ്റിനെസ് നമ്മളെ കൊണ്ടിടും. ഞാൻ പറഞ്ഞു നിലനിൽക്കുന്നൊരു ശുശ്രൂഷ ഒരു എംപ്റ്റിനെസ്സിലേക്ക്. കാരണം ആ എംപ്റ്റിനെസ് തന്നെ താൻ ഒഴിച്ചു എന്നുള്ളൂ. എംപ്റ്റിഡ് ഹിംസെൽഫ്. ആ എംപ്റ്റിനെസ്സിലേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ പേഴ്സണൽ ആശയങ്ങളൊന്നുമില്ല. കാരണം നമ്മുടെ ഓൺ പ്ലാനുകളുണ്ടെങ്കിൽ ഇത് നടക്കത്തില്ല. നമ്മുടെ ഓൺ പ്ലാൻസ് ഉണ്ടെങ്കിൽ ഇത് നടക്കത്തില്ല. അവിടെ നമ്മൾ എംപ്റ്റി ഔട്ടാകും. നമുക്ക് അറിഞ്ഞുകൂടാ എന്ത് ചെയ്യണം. അപ്പോൾ ശൗലിനെ അങ്ങനെ സമയത്ത് ഒരു അവസരത്തിലേക്ക് കൊണ്ട് ഹി ഡസൻറ്റ് നോ വാട്ട് ടു ഡു. ദമസ്കോസിൽ ഇത് സംഭവങ്ങൾ നടന്ന് അവിടെയൊക്കെ ഒന്ന് പ്രീച്ച് ചെയ്യാൻ നോക്കിയിട്ടൊന്നും
എല്ലാ എതിർപ്പുകൾ. അവർ യഹൂദന്മാർ കൊല്ലാനായിട്ട് വട്ടം കൂട്ടി, പിന്നെ ഒരു കൊട്ടയിലിറക്കി അവിടുന്ന് വിടുന്നു. എവിടെ വരുന്നു? യെരുശലേമിൽ വരുന്നു. യെരുശലേമിൽ വന്നപ്പോൾ വേണ്ട സഹകരണം ഇല്ല. കാരണം ദൈവമക്കളെ കൊന്നു പിടിച്ചോനല്ലേ, സഹകരണമില്ല. എന്നാൽ ബർന്നബാസ് കൊണ്ട് പിന്നെ അപ്പോസ്തലൻ അടുക്ക് കൊടുക്കുന്നു. പെട്ടെന്ന് ഇദ്ദേഹം ആലയത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വിവശത വരുന്നു. കാരണം തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ആ സമയത്ത്. അതുകൊണ്ടാണ് അവിടെ പോയി ആ അളവിൽ ഒരു വിവശ വരുന്നു. അപ്പോഴാണ് ദൈവം പറഞ്ഞത്, നിന്നെ ഇവിടെ ശുശ്രൂഷ ചെയ്യാനല്ല വിളിച്ചിരിക്കുന്നത്, നിന്നെ ജാതികളുടെ ഇടയിൽ ശൗലിന് പൗലോസ് അപ്പോസ്തലന് പറ്റിയ സ്ഥലമായി യെരുശലേം. അതിൻ്റെ നുക്കാൻ കോണത് എനിക്കറിയാം, അവിടുത്തെ ആൾക്കാരുടെ പൾസ് എനിക്കറിയാം. മനസ്സിലാണ്. ഗമാലിയലിൻ്റെ പാദപീഠത്തിലിരുന്ന് ഹൈ ലെവലിൽ പഠിച്ച ഒരു മനുഷ്യനാണ് അല്ലേ. പക്ഷെ ദൈവം പറയുന്നതല്ല, നിനക്ക് അവിടെ അല്ല ശുശ്രൂഷ. എന്നിട്ട് പിന്നെ നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് അന്ത്യോക്യയിലെ സഭയില്ല. അവിടെ 5 പേര് ഉപദേഷ്ടാക്കാരും പിന്നെ ചർച്ചും കാണും. അവർ ഒന്നിച്ചെന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വിളി. കുറേ വർഷങ്ങളെടുത്തു അല്ലേ. അതിനു മുമ്പ് തിരിച്ച് തർസോസിൽ പോകുന്നു. പിന്നെ ആ സമയത്ത് 3 വർഷക്കാലം അറബിയിലായിരിക്കുന്നത്. അപ്പോൾ കുറേ വർഷങ്ങൾ ഇതിനിടയ്ക്ക് പോയി. തനിക്കിനെ അറിഞ്ഞുകൂടാ. തർസോസിൽ പോകുമ്പോൾ തനിക്ക് അറിഞ്ഞുകൂടാ എന്ത് ചെയ്യണം. ബർന്നബാസ് എന്ന് തർസോസിൽ നിന്നാണ് ആരെ കൊണ്ടുവരുന്നത്? തിരിച്ചിവിടെ. ആ സമയത്താണ് തനിക്ക് ആ ശബ്ദമുണ്ട്. അപ്പോൾ ഈ മേഖലയിലേക്ക് വരണമെങ്കിൽ നമ്മൾ എംറ്റി ഔട്ട് ആകും, നമുക്ക് അറിഞ്ഞുകൂടും അല്ലേ. അവിടെയാണ് നമ്മൾ റിയലി ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നത്. ആ ദൈവ സാന്നിധ്യം. ഇവിടെ മേഘത്തിൻ്റെ തണലിൽ താൻ ഇരിക്കുകയാണ്. മേഘം മൂടിയതായിട്ടുള്ള ആർക്കെങ്കിലും തന്നെ കാണാൻ കഴിയുമോ? ഇതാ വേറൊരു വലിയ വിഷയം. നമ്മൾ ഈ ദർശനം കൊണ്ട് നടക്കുക, പക്ഷേ ഒരു കുഞ്ഞിനും ഇത് കാണാനാ കഴിയുന്നില്ല. നമ്മുടെ ഉള്ളിൽ ഇത് കത്തിക്കൊണ്ട് ചിലരോട് പറയുമ്പോൾ ഇങ്ങനെ തലവിൽ ആ തലവിൽ കാണുമ്പോഴേ നമുക്കറിയാമോ ഇത് എങ്ങനെ ചെയ്യും. ഡോണ്ട് വേസ്റ്റ് അവർ ടൈം. മേഘത്തിൻ്റെ കീഴിൽ വരും. 7-ാം ദിവസം യഹോവ ദൈവം മേഘത്തിൻ്റെ നടുവിൽ നിന്ന് മോശെ വിളിച്ചു. യഹോവയുടെ തേജസ്സിൻ്റെ കാഴ്ച പർവ്വതത്തിൻ്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. മോശയോ മേഘത്തിൻ്റെ നടുവിൽ പർവ്വതത്തിൽ കയറി. മോശ 40 പകലും 40 രാവും പർവ്വതത്തിലായിരുന്നു. ഓ മൈ ലോർഡ്, ഹല്ലേലൂയ. ഇവിടെയാണ് ആലയത്തിൻ്റെ പണി, വിശുദ്ധ മന്ദിരത്തിൻ്റെ പണിയുടെ മാതൃക ലഭിക്കും അല്ലേ. നമ്മൾ വിശുദ്ധ മന്ദിരം എന്നുള്ള വിഷയമാണ്, ആത്മീയ ഗ്രഹം എന്നുള്ള വിഷയമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിശുദ്ധ മന്ദിരം, നമ്മുടെ കുടുംബമാകുന്ന വിശുദ്ധ മന്ദിരം, സഭയാകുന്ന വിശുദ്ധ മന്ദിരം, ഈ 3 ലെവലിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഫൗണ്ടേഷണൽ സ്റ്റഡിയാണ് ഇത്. 3നും ആപ്ലിക്കബിളാണ് ഈ സ്റ്റഡി. അപ്പോൾ ഞാൻ ഓർക്കുക, ഒരു കുടുംബത്തിൻ്റെ പണി നടക്കണമെന്ന് നമ്മൾ എത്രമാത്രം ദൈവസന്നിധിയിൽ ഇരിക്കണം. അപ്പോൾ നിങ്ങൾ യങ് ഫാമിലീസ് ടൈം ദൈവസന്നിധി ഇരിക്കണം കുടുംബത്തിൻ്റെ പണിക്ക് വേണ്ടി. അല്ലെങ്കിൽ ആ കുടുംബം എങ്ങനെയാണ് പണിയപ്പെടുന്നത് എന്നുള്ള ദൈവത്തിൽ നിന്ന് മാതൃക കിട്ടും. അല്ല നമ്മൾ അവിടെ കാണുന്നത് ഇവിടെ കാണുന്നത് ആ കുടുംബത്തിൻ്റെ മാതൃകയല്ല. ഇന്ന് അങ്ങനെയുള്ള കുടുംബങ്ങൾ വളരെ കുറവാണ്. ദൈവത്തിൻ്റെ പ്രമാണപ്രകാരം പണിതെടുക്കുന്നത്. അപ്പോൾ നോഹ എന്ന് പറഞ്ഞാൽ വിശ്വാസം അതുവരെ കാണാത്തവയെക്കുറിച്ച് അതുവരെ കാണാത്തവ അരുളപ്പാട് ഉണ്ടായിട്ട് ഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടാണ് ഒരു പെട്ടകം പണിത്. അത് നമ്മെ കാണിക്കുന്നത് ദൈവത്തിൻ്റെ മാതൃക പ്രകാരം ഭയത്തോടും ഭക്തിയോടും വിശ്വാസം അടിസ്ഥാനം പണിയപ്പെടുന്ന കുടുംബം എന്ന് പറഞ്ഞാൽ ലോകം അതിനകത്ത് കയറുവാൻ കഴിയാത്ത ആളുകൾ, അകത്തും പുറത്തും ഹീല് തേച്ച് ലോകം കയറാനൊക്കത്തില്ല. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ലോകത്തിലേക്കാണ് വിടുന്നത്. ഇപ്പോൾ സ്കൂൾ സിസ്റ്റം ലോകമാണ്. അപ്പോൾ അതിനും അമിത പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ പ്രോബ്ലം. നമുക്ക് സ്കൂളിൽ വിട്ടാലേ ഒക്കത്തുള്ളൂ. പക്ഷേ
അമിത പ്രാധാന്യം ഉദ്ദേശിക്കുന്നത് ദൈവികമായിട്ടുള്ളത് നമ്മൾ മാറ്റി വെച്ചിട്ട് അത് മുഴുവനും സ്കൂളെ അല്ലെങ്കിൽ ലോകമെന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ വെള്ളം കയറും. രക്ഷയില്ല. അതുകൊണ്ടാണ് അമേരിക്കയിലെ തലമുറ ഇപ്പം നഷ്ടപ്പെടുന്നത്, ഓൾമോസ്റ്റ് ഗോൺ. കാരണം ടു മച്ച് എംഫസിസ് ഓൺ വേൾഡ്ലി തിങ്സ്, ലിറ്റിൽ എംഫസിസ് ഓൺ ഗോഡ്ലി തിങ്സ്. അപ്പോൾ നമുക്കതിനുള്ള എന്ത് വേണം? ആത്മീകമായിട്ടുള്ള വെളിപ്പാടുണ്ടായിരിക്കണം. അല്ലാതെ എന്ന് കാണുന്ന രീതിയല്ല കുടുംബത്തിൻ്റെ പണി. അരുളപ്പാടുകൾ തന്നെ ലഭിക്കണം, മുട്ടിന്മേലിരിക്കണം. കുഞ്ഞുങ്ങൾക്ക് ചെറുപ്രായത്തിൽ തന്നെ ആത്മാവിൻ്റെ ടച്ച് ഉണ്ടാകണം, വചനത്തിന് വേണ്ടിയുള്ള ഒരു ദാഹമുണ്ടാകണം, അല്ലേ? ചെറുപ്രായത്തിൽ തന്നെ ആത്മാവിൽ അവർ നിറയണം. അവിടെ ആയിരിക്കണം നമ്മുടെ എംഫസിസ്. ഗ്രേഡൊക്കെ പിന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഓർഡർ തെറ്റും, അല്ല, റിവേഴ്സ് ഓർഡർ വരും. മുൻപേ ദൈവത്തിൻ്റെ രാജ്യം, അല്ലേ? അപ്പോൾ ഇത് പഠിപ്പിക്കാൻ വളരെ പ്രയാസം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് സ്നേഹത്തോടെ ദൈവിക സന്ദേശമാണ് അറിയുന്നത്. നമ്മുടെ ലോകത്തിലെ ഔന്നത്യമല്ല പ്രധാനം, സ്വർഗരാജ്യത്തിൻ്റെ മേഖലയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രധാനം. അത് വരുമ്പോൾ ബാക്കിയെല്ലാം ഓർഡറിലായി. ബാക്കിയെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് 2089 ഞാൻ അവിടെ ഒരു എക്സാം CPA എന്ന് പറയും, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്, ഇവിടുത്തെ CA ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് 3 മാസം എടുത്ത് ഇത് പഠിക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു തീരുമാനമെടുത്ത്, ഞാൻ ഇനി വെള്ളിയാഴ്ച യോഗത്തിന് പോകത്തില്ല, ശനിയാഴ്ച യോഗത്തിന് പോകത്തില്ല, ഞായറാഴ്ച മാത്രം 2 മണിക്കൂർ നല്ല ആത്മീക നിലവാരത്തിൽ നിൽക്കുന്ന ഒരു ചർച്ച ഞങ്ങളുടെ കൂട്ടായ്മ. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു തീരുമാനമെടുത്ത്, എനിക്ക് പാസ്സാണ്. 3 മാസം കൊണ്ടിത് ഞാൻ ഔട്ട് ഓഫ് ടച്ചാണ് ഈ പല വിഷയങ്ങളിലും. അപ്പോൾ ഞാൻ നല്ലപോലെ ഇരുന്ന് 3 മാസം കംപ്ലീറ്റ് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ, അപ്പോൾ ഞാൻ എടുത്തേനെ വെള്ളിയാഴ്ച യോഗത്തിന് പോകുന്നില്ല, ശനിയാഴ്ച യോഗത്തിന് പോകുന്നില്ല, ഞായറാഴ്ച 2 മണിക്കൂർ ജസ്റ്റ് പോയി തിരിച്ചു വരും. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ടു, നീ അങ്ങനെ പഠിച്ചു അല്ലേ, പക്ഷെ നീ എഴുതിയപ്പോഴേ നിനക്ക് വിഷയങ്ങളൊന്നും കിട്ടി. മറുവശം നീ വെള്ളിയാഴ്ച യോഗത്തിനും പോയി, ശനിയാഴ്ച യോഗത്തിനും പോയി, കൂട്ടായ്മകളൊന്നും മുടക്കുന്നില്ല, ഞാൻ നിനക്ക് കൃപ നൽകി, നീ അത് കഴിഞ്ഞുള്ള സമയം പഠിച്ചു, നീ പാസ്സാകുകയാണല്ലോ. ഏതാ നീ ആഗ്രഹിക്കുന്നത്? സ്ട്രൈറ്റ് ഫോർവേഡ് നമുക്ക് ഉത്തരം കിട്ടിനോ, നമുക്കറിയാം അല്ലേ? ഞാൻ 3 മാസം ഒരു യോഗങ്ങളും മുടക്കി, എല്ലാ കൂട്ടായ്മകൾക്കും പോയി. ആദ്യത്തെ പ്രാവശ്യം 5 വിഷയങ്ങൾ 5 വിഷയം ഫൈറ്റ്. ഇപ്പോൾ അത് നമ്പർ കൂടിയെന്ന് തോന്നുന്നു. ആദ്യത്തെ അത് പരീക്ഷയ്ക്ക് അമേരിക്കയിൽ ആദ്യത്തെ പ്രാവശ്യം എല്ലാം ജയിക്കുന്ന 8% ആയിരുന്നു. 8%. അപ്പോൾ ഞങ്ങളെല്ലാം എഴുതുന്നുണ്ട്, വലിയ ഗ്യാതറിങ് ഞങ്ങളെല്ലാം എഴുതുന്നത് 8% കിട്ടിയവർ. 8% ആദ്യത്തെ തവണ എല്ലാം ഒന്നിച്ച് പാസ്സാകും. എന്നാൽ മറുവശം ഞാൻ നോക്കുമ്പോൾ ഞാൻ പ്രാർത്ഥനയും മുടക്കി അത് മുഴുവൻ ഇരുന്ന് പഠിച്ച് ഞാൻ പോയിരുന്നല്ലോ, ഞാൻ തോറ്റുപോയിരുന്നെങ്കിലോ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ദൈവത്തിന് വേണ്ടി നമ്മൾ മുൻതൂക്കം കൊടുക്കുകയാണ്, ബാക്കി ഏറിയാൽ എല്ലാം ദൈവത്തിൻ്റെ കൃപ നമ്മളെ കരുതിക്കൊള്ളും. നമ്മുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ്, പക്ഷെ മുൻപേ ദൈവത്തിൻ്റെ രാജ്യം നീതിയുമായി. അവിടെ ദൈവമക്കൾ തെറ്റുന്നു, അൺഫോർച്ചുനേറ്റ്ലി. അപകടം പിന്നെ പിടിച്ച് കിട്ടത്തില്ല. അനേക പേരൻസ് പറഞ്ഞാൽ പിടിവിട്ടുപോയെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, ഈ കുടുംബമാകുന്ന ഗ്രഹം ദൈവഹിതപ്രകാരം, ദൈവിക ആലോചന പ്രകാരം പണിയപ്പെടുക. അങ്ങനെ പണിയപ്പെടുന്നവർക്ക് മാത്രമേ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ ആ ജീവിതത്തിലേക്ക് വരുവാനായിട്ട് കഴിയും. എയ്മൻ TV നെറ്റ്വർക്ക്, ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ, സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര. യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക്. ആമേൻ TV നെറ്റ്വർക്ക്, ട്രിവാൻഡ്രം, കേരള.